السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സൂറത്തുൽ മാഇദ 9 സൂറത്തുൽ മാഇദ 11. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون. ولقد أخذ الله ميثاق بني إسرائيل وبعثنا منهم 12 نقيبا وقال الله إني معكم لئن أقمتم الصلاة وآتيتم الزكاة وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുത്തികാഫിനെ നെയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈറും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ആമീൻ. സൂറത്തുൽ മാഇദയിലെ 11-ാമത്തെ ഈ ആയത്ത്, 11 മുതലാണ് നമ്മൾ 2 ആയത്താണെന്ന് ഓതി വെച്ചത്. അതിൽ 11-ാമത്തെ ആയത്ത് അത് അവതരിക്കാൻ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ആദ്യം അത് പറയാം, അപ്പോഴാണ് നമ്മൾ അർത്ഥം വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദാത്തുർറിഖാഴ് എന്ന് പറയുന്ന ഒരു യുദ്ധത്തിന് ഒരു അടിയന്തര ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നു. അങ്ങനെ ആ യുദ്ധം, അന്നത്തെ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഇടവേളകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അങ്ങനെ ആ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതരും സഹാബത്തും ലോഹറിന്റെ ടൈമായപ്പോൾ യുദ്ധക്കളത്തിൽ വെച്ച് ലോഹർ ജമാഅത്തായിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ശത്രുക്കൾക്ക് ഇങ്ങനെ തോന്നി, നല്ലൊരവസരം നമ്മൾ കളഞ്ഞു. കാരണം ഈ ലോഹർ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ എല്ലാവരും സുജൂദിലായിരിക്കുമ്പോൾ ഒരു മിന്നലാക്രമണം ആ സമയത്ത് നടത്തിയാൽ മതിയായിരുന്നു. നല്ലൊരവസരമല്ല നമുക്ക് പോയത് എന്ന് നബിതങ്ങൾ സലാം വീട്ടിയപ്പോഴോ ഒൽക്കതൊക്കെ ഇങ്ങനെ ബോധം വന്നത്. അപ്പൊ നല്ലൊരവസരം നമ്മൾ കളഞ്ഞല്ലോ എന്ന് അവര് പരസ്പരം പറയാണ്, പല ഉത്തരവാദപ്പെട്ട ആളുകൾ. അപ്പോൾ അവരെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞത്രേ, ഇന്ന ലഹും ബഅദഹാ സ്വലാഹ് ഹിയ അഹബ്ബു ഇലൈഹി. ഇവർക്ക് ഇതിന്റെ ശേഷം ഒരു നിസ്കാരം വരാണ്ട്, ലോഹറിന്റെ ശേഷം അസറാണ് അവർ പറയുന്നത്, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിസ്കാരം. മിൻ ആബാഇഹിം വ അബ്നാഇഹിം. അവരുടെ മാതാപിതാക്കളെക്കാളും അവരുടെ സന്താനങ്ങളെക്കാളും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു നിസ്കാരമാണ് ഇനി വരാൻ പോണ്ടത്. എന്നൊരു കാര്യം ചെയ്യാം, ആ നിസ്കാരത്തിൽ നമുക്ക് സംഗതി നടത്താം. കുറച്ചേരം വെയിറ്റ് ചെയ്യണം എന്നുള്ളല്ലോ, അസറുപ്പ് വരുമല്ലോ. അപ്പൊ സുജൂദിൽ കിടക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരു മിന്നലാക്രമണം നടത്തുക, പരമാവധി വധിക്കുക, അതാണ് അവർ തീരുമാനിച്ചത്. അവിടെ വലിയൊരു പോയിന്റ് എന്താ അറിയങ്ങള്, ഈ അസ്ർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ അതീവ ജാഗ്രത കാണിച്ചത് കൊണ്ട് ഇസ്ലാമിലല്ലാത്ത നമ്മളെ ശത്രുക്കൾ പോലും ആ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം സ്വലാത്തുൽ അസ്റിന് വലിയ മഹത്വമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഈ സ്വലാത്തുൽ വുസ്തയെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് ഏറ്റവും സാധ്യത അസ്ർ നിസ്കാരത്തിനാണ്. 5-ൽ അതിവിശിഷ്ടമായ ഒരു നിസ്കാരം. കാരണം ഒരു അസ്ർ നിസ്കാരം ശത്രുക്കൾ കാരണം നഷ്ടപ്പെട്ടപ്പോ ആ ശത്രുക്കൾക്കെതിരെ അള്ളാന്റെ തിരുദൂതർ ദുആയിരുന്നു. ആ ദുആയിൽ എന്റെ സ്വലാത്തുൽ വുസ്ത നഷ്ടപ്പെടാൻ കാരണക്കാരായവരുടെ വീടും ഖബറും അഗ്നി കൊണ്ട് നിറക്കണേന്നാ ദുആ വരുന്നത്. അപ്പൊ അവിടെ അസ്ർ നിസ്കാരത്തിന് സ്വലാത്തുൽ വുസ്ത എന്നാ ഉപയോഗിച്ചത്. അപ്പൊ ഈ അസ്ർ നിസ്കാരത്തിന് വലിയ മഹത്വമാണ്. പൊതുവെ അറേബ്യയിൽ ആ കാലത്ത് ഭയങ്കര ചൂടായിരുന്നു അത്ര. രാവിലെ ജോലിക്കിറങ്ങുന്ന സ്വഹാബിമാര് ഉച്ചക്ക് ഒന്ന് റെസ്റ്റ് എടുക്കും, കാരണം സൂര്യാഘാതം ഏൽക്കുന്ന കരുതിയിട്ട്. അങ്ങനെ പിന്നെ അവർ വീണ്ടും മഗ്രിബിന്റെ മുമ്പ് ഒന്നുകൂടി ജോലിക്കിറങ്ങും. ആ സമയമാണ് അസറിന്റെ സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നിസ്കാരം നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ. പക്ഷെ ഒരു നല്ലോണം ജാഗ്രത കാണിച്ചു. അസർ നിസ്കാരത്തിന് വലിയ മഹത്വം നൽകി. അപ്പൊ പൊതുവെ ശത്രുക്കൾ വരെ അത് മനസ്സിലാക്കി വെച്ചു. അപ്പൊ നോക്കൂ നിങ്ങൾ, ഓരോ കൂട്ടത്തിന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഇവർക്ക് ഇഷ്ടമുള്ളൊരു നിസ്കാരം വരാണ്ട് അസർ ആയിട്ട് പിടിക്കാൻ. അങ്ങനെ ഇവര് കാത്തുന്നു. അസർക്ക് ബാങ്ക് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇവര് സുജൂദിനകത്തട്ടെ എന്നിട്ട് ചാടി വീഴാന്ന് കരുതിയിട്ട് ഒരു കാത്തുകയാണ്. പക്ഷേ അങ്ങനെയാണ് സ്വലാത്തുൽ ഖൗഫ് എങ്ങനെയാണെന്നുള്ളത് അവിടെ വെച്ചാണ് പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹു. അതായത് യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ ആക്രമണത്തെ പേടിക്കുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നുള്ള ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് അപ്പോഴാണ് അല്ലാഹു എന്തേത് പറഞ്ഞു കൊടുത്തത്. അതിപ്പോൾ നമ്മൾ സാധാരണ ജമാഅത്ത് നടത്തുന്ന അതേപോലെയാണ് നബിതങ്ങൾ ഇമാമെന്ന് ബാക്കിയുള്ളവരൊക്കെ മാമൂമിയങ്ങളായി. അപ്പൊ സുജൂദിൽ എല്ലാവരും ഒരേ സമയത്തേക്കാണ്. ഇതാണ് ലോഹറിൽ അങ്ങനെയായിരുന്നു. അസറിന്റെ സമയമായപ്പോൾ അള്ളാഹു അറിയിച്ചു അതിന് ചില മാറ്റങ്ങൾ വരുത്തണം. അങ്ങനെ ഇവരെ പദ്ധതിയാണ് പൊളിഞ്ഞു. അപ്പോ 2 സഫായിട്ട് ഇങ്ങനെ നിന്ന് ഒരു കൂട്ടര് പിന്നെ ഒരു റക്അത്ത് കഴിഞ്ഞു വന്നിട്ടേ മറ്റൊരു പോവുള്ളൂ. പല രീതി ഉണ്ടായിന്. ആദ്യത്തെ 2 റക്അത്ത് പിന്നെ ഇമാം ഒരു സഫ് നിസ്കരിച്ച്, പിന്നെ അടുത്തത് ഇവർ നിസ്കരിച്ച്, ഇങ്ങനെയൊക്കെ കുറെ മാറ്റങ്ങൾ. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു നിസ്കാരം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ വരൂല. പക്ഷെ അന്ന് അങ്ങനെയാണ് അവർക്ക് നിസ്കാരത്തിന് ചെറിയൊരു മാറ്റം വരുത്തി. എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടർ സുജൂദ് കിടക്കുമ്പോൾ ഒരു സഫ് എഴുത്തിതാലിൽ ഇങ്ങനെ നിൽക്കും. എന്താണ്, ഒരു നിസ്കാരത്തിലാണ് ശത്രുക്കൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യാ, അത് നേരിടാൻ വേണ്ടി. അപ്പൊ ഇവര്
ഒന്നാം സഫ് എല്ലാവരും പിന്നെ സുജൂദക്ക് പോകുമ്പോൾ വെട്ടാന്ന് എഴുതി കാത്തുകയാണ്. പക്ഷേ ജാഗരൂകരായിട്ടൊരു ടീം നിൽക്കുകയാണ്, ഒരു നിസ്കാരത്തിലാണ്. അങ്ങനെ അവരെ പദ്ധതിയാണ് പൊളിഞ്ഞു. ഞാൻ ആലോചിക്കേണ്ടതല്ല, നമ്മളൊരു കല്യാണം തക്കാരം അതിൻ്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കുകയാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്കൊക്കെ ഇങ്ങനെ ഒരു ഹേതുണ്ടെങ്കിൽ ഒരാഴ്ച ഒഴിവാക്കും നമ്മൾ തന്നെ. വലിയൊരു സംഗതിയല്ലേ. ആ ഘട്ടത്തിൽ പോലും നിസ്കാരം ഒഴിവാക്കാൻ വകുപ്പില്ല. എന്നിട്ടാണ് ഇന്ന് നിസ്കാരം ഒഴിവാക്കാന്ന് പറയാനായിട്ട് ത്വരീഖത്തൊക്കെ വന്നതെന്ന് ഓർക്കണം. നിസ്കാരം ഒഴിവാക്കേണ്ട ത്വരീഖത്ത് എവിടെ എത്തിയില്ലേ കാര്യങ്ങൾ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധ വേണമെന്നുള്ളത് എന്നറിയിക്കാലോ. യുദ്ധക്കളത്തിൽ പോലും അത് ഒഴിവല്ല, അതും സംഘടിതമായ നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട് എന്ന സന്ദേശം അലി നബി തങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഒരു കൂട്ടർ പിന്നെ നിസ്കരിച്ചോണ്ട് അതിൽ വരെ എന്തില്ല, അതിൽ അത്രയും ഗൗരവമാണ് നിസ്കാരം. എന്തായിരുന്നാലും ഇവരെ പദ്ധതി പൊളിഞ്ഞു. ഇനി ഓതാൻ പോകുന്ന ആയത്ത് അവതരിക്കാണ്ടായ ഒരു കാരണത, ഈ വേറെ രണ്ട് കാരണം കൂടി പറയപ്പെടുന്നുണ്ട്. എല്ലാവരും പെടുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ ബനൂ ഖുറൈള ഗോത്രക്കാരുമായി ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സമീപിക്കുകയും അങ്ങനെ ഒരിടത്ത് ഇരിക്കുകയും കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി. ഇവര് വലിയ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലക്ക് മുകളിൽ നിടാനായിരുന്നു തീരുമാനം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞു. ആ ഇരുന്ന സ്ഥലത്തുനിന്ന് അള്ളാന്റെ തിരുദൂതർ വളരെ വേഗം പുറത്തേക്ക് ഇറങ്ങി അള്ളാന്റെ തിരുദൂതരെ മേലക്ക് കല്ലിടുക എന്നുള്ള പദ്ധതി അത് പൊളിഞ്ഞു. ഈ ആയത്തർത്ഥം വെക്കുമ്പോൾ മനസ്സിലാവും അതാണ് ഒരു സംഭവം. ഇനി വേറെ ചില മുഫസ്സിറുകൾ പറയുന്നത്, ഇപ്പൊ നമ്മൾ ഓതുന്ന 11ാമത്തെ ആയത്തിറങ്ങാൻ കാരണം നബി തങ്ങളൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ അവർക്കൊക്കെ ഒരു വാളെപ്പോഴും കയ്യിലുണ്ടാവും. അതിപ്പോ നമ്മൾ ഈ പിന്നെ പണ്ടൊക്കെ കടാര കത്തി കൊണ്ട് നടക്കും പോലെയാണ്. ആളെ ദ്രോഹിക്കാനോ മറ്റൊന്നല്ല, അറബികൾ പൊതുവെ വാള പോലെ കയ്യിലുണ്ടാവും. അതുകൊണ്ടാണല്ലോ കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം നബി തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് മുഖത്ത് നോക്കിയിട്ട് 40ഓളം വരികൾ പാടിയല്ലോ. 40ഓളം വരികൾ. അതിൽ നബി തങ്ങളെ വല്ലാതെ മുളകമണിയിച്ച ഒരു വരിയായിരുന്നു ഇത്. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹമ്മദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ത്യൻ നിർമ്മിത വാള് പോലെ തിളങ്ങും പോലെ തിളങ്ങുന്നതാണെന്നാണ്. എന്റെ കാരണം എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇരുമ്പ് പോയിരുന്ന ഇന്ത്യയിൽ നിന്നാണ് അത്ര. ഇതിന്റെ അടുത്ത മഹലിൽ നിന്നാണ് അഭിപ്രായമുണ്ട്. ഇരുമ്പൊടി എന്ന് പേര് വരാൻ കാരണം അതാണ്. പോരാ അവിടെ ഇല്ല ഇരുമ്പുണ്ട്. അല്ലാഹു അല കേട്ടോ, അങ്ങനെ പറയാനൊക്കെ കാരണന്മാർ പറയണേക്കാം. പേര് ഒന്നിലെന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. എന്റെ അടുത്ത മഹലിലാണ്, വടക്കുമുറി അടുത്ത മഹലിലായിരുന്നു. എന്താട്ടെ, ഇന്ത്യയിൽ നിന്നാണ് ഇരുമ്പ് കൂടുതൽ അന്ന് പോയിരുന്നത്. അപ്പോ കഅബ് റളിയല്ലാഹുവിന്റെ പാട്ടിൽ ഒന്നും ചെയ്തു. മുഹമ്മദ് പറഞ്ഞതാ ഇന്ത്യൻ നിർമ്മിത വാള്. അതിന്റെ അത് തിളങ്ങും പോലെ അങ്ങനെ തിളങ്ങി. ഇത് നബി നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറയോ. അപ്പോഴാണ് അള്ളാന്റെ തിരുദൂതർ തന്റെ ഷാള് സമ്മാനായിട്ട് കൊടുത്തു. ഷാള് മാത്രമല്ല കേട്ടോ, ഒട്ടകങ്ങളും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒട്ടകങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒട്ടകത്തിനൊക്കെ വലിയ വിലയില്ലെന്ന്. മുആവിയ റളിയല്ലാഹു അൻഹു സ്വർണ്ണ നാണയമായിട്ട് വന്നിട്ട് ആ ഷാൾ എനിക്ക് തരുമോന്ന് ചോദിച്ചിട്ട് അത് മാത്രം ചോദിക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ വിഷയം എന്താ അറിയാം, ഒരു വാള് ഓലൊക്കെ ഇഷ്ടപ്പെട്ട സംഗീത. ആളെ വെട്ടാനോ ഒന്നുമല്ല. വാള് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രധാന കാര്യമായിട്ട് ഓല് കണ്ടിരുന്നതാണ്. അപ്പം അങ്ങനെ നബി തങ്ങൾ ഒരിക്കൽ എന്നാലോ പിന്നെ ചിലപ്പോൾ കൂട്ടും വേണ്ടി വരും. അങ്ങനെ ഉണ്ടല്ലോ, ലൈസൻസ് ഉള്ള തോക്കുണ്ടല്ലോ. എന്ത് കരുതി ലൈസൻസിന്റെ കരുതിയായിട്ട് ഒരു വിഷയം വരുമ്പോൾ അപ്പോൾ ഓടിയാക്കാൻ പറ്റില്ലല്ലോ, ഒക്കെ കുടുങ്ങൂലേ. അത്യാവശ്യ ഘട്ടങ്ങൾ വേണ്ടി വരും എന്ന പോലെ നബി തങ്ങൾ ഈ ആയത്തിറങ്ങാൻ കാരണം പറയാണ്. നബിക്കൊരു വാളുണ്ട്, ആ വാളും കൊണ്ട് പോവാണ്. അങ്ങനെ നബി തങ്ങൾ നല്ല ക്ഷീണുണ്ട്. അപ്പോൾ നല്ലൊരു തണലുള്ള ഒരു മരം കണ്ടപ്പോൾ രസമുള്ള അവിടെ ഒന്ന് ഇരുന്ന്. അപ്പൊ ആ വാള് അതിന്റെ ഒരു കൊമ്പും അങ്ങനെ തൂക്കിട്ടു. നബി തങ്ങളൊന്ന് മയങ്ങിപ്പോയി. അപ്പോഴാണ് ഒരു അഴറാബി അത് വഴി വന്നത്.
ഉൾപ്രദേശത്ത് പാർക്കുന്നല്ല, സംസ്കാരം കൾച്ചർ തീരെ ഉണ്ടാവില്ല. ഇയാള് ഈ വാളെടുത്തിട്ട്, ഇയാൾ മുസ്ലിമല്ല, ഈ വാളെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. നബിയെ ഉണർന്നു നോക്കുമ്പോൾ ഇയാളെ കയ്യിൽ വാളാണ്. ഇയാളെ കയ്യിൽ വാള. ഇയാൾ നബി തങ്ങളോട് ചോദിച്ചു, മയ്യംനഉക മിന്നി, എന്റെ ഈ വാളിൽ നിന്ന് താങ്കളെ ആരാണ് തടയാന്ന് ചോദിച്ചു. അപ്പൊ ഒട്ടു ഞാനെന്നുള്ള രൂപത്തില്. അപ്പൊ മഹാനായ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു തടയുന്നതാണ്, അള്ളാഹു തടയുന്നതാണ്. അത് പറയലും ഹദീസിൽ കാണാം, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇയാളെ കയ്യിനോട് തട്ടാണ് കൊടുത്തു. വാള് കൊയിഞ്ഞാടി. വാളാണ് കൊയിഞ്ഞാടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെടുത്തിട്ട് ഇയാളോട് തിരിച്ചു ചോദിച്ചു, മയ്യംനഉക മിന്നി, ഇതിൽ നിന്ന് താങ്കളെ ആരാണ് ഇനി തടയാന്ന് ചോദിച്ചു. അതായത് ആരാ രക്ഷപ്പെടുത്താന്ന് ചോദിച്ചു. അപ്പൊ അഅ്റാബി പറഞ്ഞു, ലാ അഹദ്. അയാളാകെ ബേജാറായിട്ടോ. റസൂൽ തന്നെ വട്ട ഒരുങ്ങിയ ആളാണ്, ഇപ്പൊ വാള് നബിന്റെ അടുത്താണ്. അപ്പൊ ഇയാള് തിരിച്ചു വെട്ടിട്ടോന്നൊരു പേടിയുണ്ട്. അയാൾ ഇങ്ങനെ പറഞ്ഞു, ലാ അഹദ്, ഒരാളും ഇല്ല, ഇന്ന ഒരാളും രക്ഷപ്പെടുത്തൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അദ്ദേഹം ഷാത്തിമേലി, അദ്ദേഹം ഇസ്ലാം, ആ പേരിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ നബി തങ്ങൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്തില്ല. അപ്പോഴാണ് അതിനെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ്. ഇപ്പൊ 3 സംഭവം പറഞ്ഞു. ഇനി ബാക്കിയുള്ള ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ശേഷം ഇതിനെ തുടർന്ന് വന്ന ഞാൻ അർത്ഥം വെച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേലിൽ ചെയ്തു തന്ന, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ അനുസ്മരിക്കണം, നിങ്ങൾ ഓർക്കണം. ഇത് ഹമ്മ ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ ഉദ്ദേശിച്ചു, യബ്സുതൂ ഇലൈക്കും, നിങ്ങളെ നേർക്ക് കൈ നീട്ടാൻ, അതായത് നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ഒരു കൂട്ടർ ഉദ്ദേശിച്ചു. ഫകഫ ഐദിയഹും അൻകും, നിങ്ങളിൽ നിന്ന് അവരുടെ കൈകളെ നാം തടഞ്ഞു. അല്ലാഹു പറയാണ് ഫകഫ ഐദിയഹും അൻകും, അല്ലാഹു നിങ്ങളെ തൊട്ട് അവരെ തടഞ്ഞു. ആ കയ്യേറ്റത്തെ അല്ലാഹു പ്രതിരോധിച്ചു. അങ്ങനെ നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ചെയ്തു തന്ന അള്ളാഹുവിന്റെ നിഅമത്തിനെ നിങ്ങൾ ഓർക്കണേ. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിലേക്ക് എല്ലാം തവക്കുലാക്കട്ടെ. ഇപ്പൊ ഇവിടെ നിങ്ങളെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിക്കുന്നതും സ്വഹാബത്തിന് സംഭവിക്കുന്നൊക്കെ ഒരുപോലെയുള്ളോ, മുഅ്മിനീങ്ങൾക്ക് സംഭവിക്കുന്നൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ടാണ് നബിയോട് ബന്ധപ്പെട്ട ഈ സംഭവമാണെങ്കിലും ഈ രൂപത്തിൽ പറഞ്ഞത്. ഇനി മാത്രമല്ല, ആദ്യം പറഞ്ഞ പിന്നെ ആദിയിൽ എല്ലാവർക്കും കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കേട്ടോ. യുദ്ധക്കളത്തിൽ ലൊഹർ നിസ്കരിക്കുമ്പോൾ ശത്രുക്കൾ കരുതിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് എല്ലാവരും സുജൂദിൽ കിടക്കുമ്പോൾ കല്ലിടാന്ന് കരുതിയതാണ്. അപ്പോഴാണ് അവിടേക്കാണ് ഇത് ഏറ്റവും ഫിറ്റാകുക. നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ഒരു സംഘം കരുതിയപ്പോ അവരിൽ നിന്ന് നിങ്ങളെ തടഞ്ഞ അള്ളാഹു അതിനെ പ്രതിരോധിച്ചു. അങ്ങനെയുള്ള അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണേ. ഇതാണ്. ഇനി ബനൂ ഖുറൈള ഗോത്രക്കാരോടുള്ള ആ ചർച്ച പറഞ്ഞെടുത്ത് അവിടെ നബിയോട് കൂടെ ഏതാനും സഹാബിമാരുണ്ടായിരുന്നു എന്നാണ്. പ്രായമായവരും അല്ലാത്തവരുമായ ചിലരുണ്ടായിരുന്നു. അപ്പൊ നബി തങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്കും സംഭവിക്കും പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ രൂപത്തിൽ പറഞ്ഞത്. ഏതായിരുന്നാലും ഇനി നബിയോട് പ്രത്യേകം പറയുന്നത് വേറെണ്ട്. അതിങ്ങനെയാണ്. ഒരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഫഇന്നക ബിഅയ്യുനിനാ, നബിയെ അങ്ങ് നമ്മുടെ സംരക്ഷണത്തിലാണ്. അതായത് അങ്ങയെ വധിക്കാൻ ഒരിക്കലും അവർക്ക് കഴിയൂല. ശത്രുക്കൾ എങ്ങനെ വിചാരിച്ചാലും അങ്ങയെ കൊല്ലാൻ ശത്രുക്കൾ കഴിയൂല. അതാണ് പിന്നെ ഒരായത്ത്. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ സംരക്ഷിക്കുന്നതാണ് നബിയെ. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഭയങ്കര എതിർപ്പുണ്ടായപ്പോ
സഅദ് റളിയല്ലാഹു അൻഹു അടക്കം 2 പേര് എന്നും ഉറക്കൊഴിച്ചിരിക്കും. മുത്തനബിയുടെ വീടിന്. സഅദ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനായിരുന്നു, കുറച്ചൊക്കെ ആരോഗ്യമുള്ളവരുമാണല്ലോ. അപ്പോൾ ഇവര് 2 പേര് നബി തങ്ങളുടെ വീടിന് ഇങ്ങനെ കാവലിരിക്കുകയാണ്. അപ്പൊ നട്ടപ്പാതിര നേരത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂമിന്റെ അകത്തേക്ക് വന്നിട്ട് നബിയെ വിളിച്ചോണ്ടിട്ട് പറഞ്ഞു, നബിയെ അങ്ങേക്ക് കാവലായിട്ട് നിൽക്കുന്ന 2 പേരോട് വീട്ടിൽ പോകാൻ പറഞ്ഞാൽ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ പോലും പോവില്ല, ഓൽക്ക് ജീവനേക്കാൾ വലുത് അള്ളാന്റെ തിരുദൂതരാണല്ലോ, അവർ പോവില്ല. അപ്പോഴാണ് ജിബ്രീൽ നമ്മൾക്കൊരായത്ത് ഓതി കൊടുത്തത്. അതാണ് ഏത്? വല്ലാഹു യഅ്സിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ സംരക്ഷിക്കും. അതുകൊണ്ട് ഈ ആയത്ത് ഓതി കൊടുത്തു, ഇനി കാവലിന്റെ ആവശ്യമില്ല, ധൈര്യമായിട്ട് ഓൽക്ക് പോവാൻ. അങ്ങനെ നബി തങ്ങള് ആ വിരിങ്ങനെ മാറ്റിയിട്ട് തല പുറത്ത് കിട്ടപ്പോൾ പുറത്തിരിക്കണം. അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോളെ. അപ്പൊ ഓല് പോകാൻ തയ്യാറായില്ല. അപ്പൊ നബി തങ്ങൾ ഈ ആയത്ത് ഓതി കൊടുത്തു. മനസ്സില്ല, മനസ്സോടുകൂടെ പോകുന്നത്. നബി തങ്ങളുടെ കൽപ്പന സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി നോക്കൂ, ഒട്ടേറെ സംഭവങ്ങൾ നബി തങ്ങൾക്കെതിരെ വധശ്രമങ്ങളും മറ്റും വലിയ ഗൂഢതന്ത്രങ്ങൾ നടന്നെങ്കിലും ഒന്നും വിജയിച്ചില്ല. എല്ലാം വൃഥാവിലായി. അതിൽ ഗൂഢവത്രം ചെയ്ത് സിഹ്ർ ചെയ്തുകൊണ്ട് അള്ളാന്റെ തിരുതറ കൊല്ലാന്നുള്ള ആ തീരുമാനം എന്തായി? അള്ളാഹു തആല നശിപ്പിച്ചു. എല്ലാം അള്ളാഹു തആല പൊളിച്ചു. സ്വഹാബത്തിന് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട്, ചില പരീക്ഷണങ്ങൾ. ഇപ്പോൾ പല്ല് പൊട്ടിയത്, നെറ്റി പൊട്ടിയത്, ചോര വന്നത് ത്വായിഫിൽ നിന്നുണ്ടായിട്ടുണ്ട്, ചില ഉഹദിൽ നിന്നുണ്ടായിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടൊക്കെ നമുക്ക് പോയാൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തളർന്നിരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഇന്ന് അവിടെ അടയാളപ്പെടുത്തിയത് കാണാം. ഏതായിരുന്നാലും നോക്കൂ, അപ്പൊ പറഞ്ഞു വരുന്നത് അള്ളാഹു തആല പറയാണ്. നോക്കൂ, അന്നിപ്പോ ആ യുദ്ധക്കളത്തിൽ നിസ്കരിക്കുമ്പോ സ്വലാത്തുൽ ഖൗഫ് എങ്ങനെയാണ്, ശത്രുക്കളെ ഭയപ്പെടുമ്പോ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, അതിന്റെ കോലം അറിയിച്ചിട്ടില്ലെങ്കിലല്ലോ എല്ലാവരും സുജൂദക്ക് പോവപ്പം. അപ്പൊ നമ്മൾ ആക്രമിക്കാൻ നല്ല സുഖമാണല്ലോ, നല്ല സൗകര്യമാണ്. പക്ഷേ പടച്ചു നോക്കൂ, അപ്പോഴാണ് ആ മസലാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇതാണ് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖുറൂ നിഅമത്തല്ലാഹി അലൈക്കും, സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്മരിക്കണം. അതെന്താ? ഇത് ഹമ്മ ഖൗമുൻ അൻ യബ്സുതൂ ഇലൈക്കും, നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ഒരു വിഭാഗം, ഒരു സംഘം ഉദ്ദേശിച്ചപ്പോ ഫകഫ ഐദിയഹും അൻകും, നിങ്ങളിൽ നിന്ന് അവരെ കൈകളെ അല്ലാഹു തആല തടഞ്ഞു. അത് വലിയൊരു അനുഗ്രഹമല്ലേ? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അപ്പൊ നമ്മൾ പടച്ച റബ്ബ് നമ്മൾക്കൊക്കെ ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിലേ, കാരണം എപ്പോഴും ഈ കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ലാത്തൊരു സാഹചര്യം അതാണ് നമുക്ക് വേണ്ടത്. ഒരു കാലഘട്ടത്തിൽ അതൊക്കെ വല്ലാതെ ഉണ്ടായി, നമ്മളത് ഉണ്ടാകാൻ ആഗ്രഹിക്കാൻ പാടില്ല. അതാണല്ലോ സ്വഹാബത്തിനെ പറ്റി ഖുർആനിൽ ഒരു ഭാഗത്ത് എങ്ങനെ പറയുന്നത്, ഫല്ലദീന ഹാജറു വഉഖ്രിജൂ മിൻ ദിയാരിഹിം വഊദൂ ഫീ സബീലി വഖാതലൂ വഖുതിലൂ. ആ ഒരു അവസ്ഥ നമുക്കാർക്കില്ലല്ലോ. ഇത് പറയുന്നത് എന്താ? സ്വഹാബത്തിന്റെ ഒക്കെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്തതായിട്ട് ആലു ഇമ്രാനിൽ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ അറിയോ? ഫല്ലദീന ഹാജറു, പലായനം ചെയ്ത ആളുകൾ, നാടും വീടും വിട്ടു പോകേണ്ടി വന്നവർ, വഊദൂ ഫീ സബീലി, എന്റെ മാർഗത്തിൽ നിന്നതുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ട ആളുകൾ, ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ, വഖാതലൂ, യുദ്ധം ചെയ്തവർ, വഖുതിലൂ, അങ്ങനെ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടവർ. യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ എന്തായിരുന്നാലും കൊല്ലപ്പെടും, അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനത്തെവരുടെ ദോഷങ്ങൾ നാം പുറത്തു കൊടുക്കും, ഓൽക്ക് വമ്പം കൂലിയുണ്ട് എന്ന് അല്ലാഹു തആല പറയാണ്. ഇന്നിപ്പോ നമുക്ക് അതല്ലാതെ കുറെ കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ എന്തല്ല, കൂലി കിട്ടാൻ യുദ്ധം വേണമെന്നല്ല, അങ്ങനല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരിക്കലുമില്ല. യുദ്ധം വേണ്ടി വന്നാൽ അതും വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോ ജീവനെ പേടിച്ചിട്ട് വായിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. അള്ളാഹ് പടച്ചത് ഇബാദത്തിനാണ്. അതിന് പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് എന്ത് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടായത്.
അപ്പോൾ എന്തായിരുന്നാലും ഈ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് അപ്പോൾ നമുക്കൊക്കെ നോക്കി നിങ്ങൾ ഇപ്പോൾ ഒരു വലിയൊരു യുദ്ധം നമുക്ക് വന്ന് നമ്മളെല്ലാവരും പേടിച്ചു നിന്ന് അതാണ് ഒഴിവായി പോയാൽ നമുക്ക് ഭയങ്കര സന്തോഷമായി കാണും. എന്നാൽ നേരെ മറിച്ച് നോക്കി നിങ്ങൾ ഇപ്പം നിലവിൽ അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും ഇല്ലാതെ നമ്മൾ ഈ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ, മലപ്പുറത്തിൻ്റെ മണ്ണിൽ നമ്മളിങ്ങനെ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ച് നമ്മളേക്കും ചേർത്തി നോക്കി എത്ര നന്ദി ചെയ്യണം നമ്മൾ. അള്ളാന്റെ ആ അനുഗ്രഹത്തെ നമ്മൾ എത്ര ഓർക്കണം, എത്ര ഓർക്കണം. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കണ്ടേ, അങ്ങനെ ചിന്തിക്കണം. നമ്മൾ വരുമ്പോഴേ നമ്മളത് ആലോചിക്കുള്ളൂ. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു നല്ലൊരു യുദ്ധത്തിന്റെ സാധ്യത ഇങ്ങനെ വന്ന് അത് മെല്ലനെ ഇല്ലാതായപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഗൾഫ് മേഖലയിൽ വലിയൊരു പ്രശ്നം വരികയായിരുന്നു. ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ളത്. ഗൾഫിലുള്ള നമ്മളെ സഹോദരങ്ങളൊക്കെ വലിയ വിഷമത്തിലായിരുന്നു. മെല്ലെ അത് ആണ് കെട്ടടങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സമാധാനം, എല്ലാവർക്കും സമാധാനം. കാരണം എല്ലാവരും ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടു കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അത് അള്ളാഹു നൽകുന്ന വലിയ നിഴമത്താണ്. ആ നിഴമത്തിന് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരാണ്. ആ നന്ദിയാണ് തഖ്വ, ശുദ്ധിയോടുകൂടെ ജീവിക്കുക എന്നുള്ള. അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് പ്രയാസമായിരിക്കും. ഇപ്പോൾ ഒരു 4-5 ദിവസം മുമ്പ് ഏഷ്യാനെറ്റിൻ്റെ ആളുകൾ നമ്മളെ അടുത്ത് ഒരു പെൺകുട്ടികൾ മാത്രം, മുതിർന്ന പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിൽ പോയി മൈക്കേറ്റും പോയിട്ട് 100 കണക്കിന് പെൺകുട്ടികൾ, എല്ലാ ജാതി കുട്ടികളും ഉണ്ട്. ആ കുട്ടികളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്താ അതൊക്കെ, നീ എങ്ങനെ ഇവിടെ നിന്ന് പോവുക, കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിവാഹം ഉദ്ദേശിക്കുന്നവരാരാണ്, വിവാഹം വേണ്ട എന്നുള്ളവരൊന്ന് പറയുന്നു വന്നപ്പോൾ 90% കുട്ടികളും കല്യാണം എന്നൊന്ന് വേണ്ടെന്നാണ് പെൺകുട്ടികൾ. ചാനലുകാർക്കാണ് പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതി. ഇപ്പോൾ ഓണത്തെ പറ്റി ഒരു ടീച്ചർ ഒരു വോയിസ് ഇട്ടണ്ടില്ലേ, എമ്മാതിരി ചർച്ച. മലയാളത്തിലെ മുഖ്യധാര പിന്നെ ചാനലുകാരൊക്കെ ചിലര് അവതാരികമാരും അവതാരകരൊക്കെ പറഞ്ഞത് ആ പിന്നെ ടീച്ചറുടെ വോയിസ് കേട്ടിട്ട് കേരളം ഞെട്ടി വരച്ചു എന്നാണ്. അവരെ പനി ഇപ്പോഴും വിട്ടിട്ടുണ്ടാവില്ല, ടീച്ചറുണ്ടാവില്ല. വായ തുറന്നാൽ 2 കാര്യത്തിന് മാത്രം വായ തുറക്കുന്ന വേറെ ടീച്ചറുണ്ട്. ഒന്ന് തിന്നാനും മറ്റൊന്ന് വർഗീയത പറയാനും. എന്തൊക്കെയോ പറയല് വലിയ കേസും ഉണ്ടായിട്ടുണ്ട്. ചില ഞാറുമാര്, അതുപോലെ തന്നെ ചില പള്ളിമാര് ഒക്കെ ഉണ്ടല്ലോ, പേര് മുഴുവനായിട്ട് പറയണ്ടായിരിട്ടാ. ഓലൊക്കെ എന്തൊക്കെ വർഗീയത പറയണ്ട, ഒരു കേസും കൂട്ടൊന്നുമില്ല. ആ ടീച്ചർ സ്വന്തം സമുദായത്തിലെ ആൾക്കാരോട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ്. ഓണം ആഘോഷിക്കണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് കേസ് വന്നു. എന്താ പുകിലറിയങ്ങൾ, ആളുകൾ കിട്ടി എട്ടപ്പെട്ടിട്ടേ. ഈ ബൈബിളിലുണ്ട് പുതിയ നിയമത്തിൽ ഒരു വചനം, അത് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറയും പോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയണം. ആ കൂട്ടത്തിൽ പിന്നെ ബൈബിളിൽ ഒരു പ്രയോഗമുണ്ട്, വിശ്വാസിയും അവിശ്വാസിയും എന്ത് ഓഹരി, അങ്ങനെ പരാമർശം. അത് ഉദ്ധരിച്ചിട്ടാണ് ക്രൈസ്തവ പുരോഹിതന്മാർ ക്രൈസ്തവർക്ക് ഓണാഘോഷം ഇല്ലാന്ന് സ്ഥിരപ്പെടുത്തൽ. ഇപ്പോഴല്ലേ ഇപ്പോൾ ഇതൊക്കെ വലിയതായത്. ചർച്ചുകളിൽ വെച്ചിട്ടൊക്കെ പരസ്യമായിട്ട് അവർ പറയുന്നത് ഓണാഘോഷം ഒരു സമൂഹത്തിൻ്റെതാണ്, ക്രൈസ്തവർക്ക് അത് പിന്നെ അതിൽ കൂടാൻ വകുപ്പില്ല, ദൈവകോപം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഈ ബൈബിൾ വചനം ഉദ്ധരിക്കുന്നത് യൂട്യൂബിലടിച്ചാൽ കിട്ടും. ഉസ്താദുമാർ പറഞ്ഞ പ്രശ്നം. അല്ലെങ്കിൽ എന്താ ഇതിലൊക്കെ ഉള്ളതെന്ന് ശരിക്ക് ആലോചിച്ചാൽ മതിയല്ലോ അല്ലേ? നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി. ഇപ്പൊ എൻ്റെ നാട്ടിൽ ഹിന്ദു സഹോദരൻ എന്നോട് വന്നിട്ട് പറയാണ്, കുറച്ച് കാശുണ്ടാ, ഓണം ആഘോഷിക്കാനാണ്, കാശ് വരാണ്ട് കിട്ടിയിട്ടില്ല, കുറച്ച് ബുദ്ധിമുട്ടിലാണ്, ഒരു 5000 റുപ്യ എടുക്കാണ്ടാവോ? ഞാൻ കൊടുക്കും, ഞാൻ എൻ്റെ അടുത്തില്ലെങ്കിൽ വാങ്ങി കൊടുക്കും. എന്താ കാരണം? അതാണ് സൗഹൃദം. അത് ഇസ്ലാം അനുവദിച്ചാണ്. ഞാനിതിൽ ക്ലാസ്സിൽ വന്നപ്പോൾ ഒരാളിനോട് സ്വകാര്യമായിട്ട് ചോദിച്ചു, അപ്പോൾ ഉസ്താദേ നിങ്ങളാ പൈസ കൊടുത്ത ഇങ്ങനെ കുത്തി അന്വേഷിക്കുമല്ലോ, അങ്ങനെ ആ പൈസ കൊടുത്താൽ, ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസക്ക് അവര് പൂവൊക്കെ വാങ്ങിക്കൊടുന്നാൽ അതുകൊണ്ട് പിന്നെ ചില ആരാധനകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ തെറ്റിനെ സഹായിക്കലാവൂലേ?
അപ്പൊ ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കറി വെക്കുമ്പോൾ കുറച്ച് നീട്ടി വെച്ചോണ്ടി അയൽവക്കക്കാർക്ക് കൊടുക്കണം, അതിൽ ജാതി വെക്കരുതെന്നാണ്. ജൂതന്മാർക്ക് വരെ കൊടുക്കാൻ പറഞ്ഞു, ശത്രുക്കളതിനെ പോലെ. അപ്പൊ നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ ഭക്ഷണം കാരണം എനർജി കിട്ടിയിട്ടാണ് ഈ ആരാധനയൊക്കെ വരണ്ടേ. അത് സഹായിക്കലല്ലേ? അങ്ങനെ നോക്കണ്ട, അങ്ങനെ നോക്കിയാൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ഒരാൾ വന്നിട്ട് കുറച്ച് ഒരു 2 കിലോ ശർക്കര വേണമെന്നോ, അത് മറ്റേ ചോദിക്കാം, കള്ളുണ്ടാക്കാനായിട്ടാണോ? അങ്ങനെ ജീവിക്കാൻ കഴിയോ? അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞെന്താ അറിയോ, നേരെ മറിച്ചിപ്പോ അപ്പൊ ഞാൻ 5000 രൂപ കൊടുക്കണം. അങ്ങനെ തന്നെയാണ്. അത് മുംതഹന സൂറത്തിൽ നോക്കിയാൽ കിട്ടും നമുക്ക് ആ സഹായങ്ങളും സഹകരണങ്ങളും. പിന്നെ ആരാധനയോട് ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും. നേരെ മറിച്ച് ആ സഹോദരൻ കുറച്ച് പൂക്കൾ കൊടുന്നിട്ട് എന്നോട് പറയാണ്, സ്ഥലങ്ങൾ ഇങ്ങനെയാണ് ഒരു പൂക്കളിടി വിറ്റത്, ഞാനും വരാം, എന്നിട്ട് നമുക്കൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് മതസൗഹാർദ്ദന പൂത്തുലയട്ടെ നമ്മൾ പൂക്കൾ ഇട്ടുകൊണ്ട്. അവൻ മണ്ണിന്റെ ചെറിയൊരു സ്തൂപങ്ങളൊക്കെ 2-3 ഉണ്ടാക്കി വെച്ച് അത് ഞാൻ ചെയ്യൂല. കാരണം എന്താ, അതിന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യം. അത് തൃക്കാക്കരപ്പന്റെ ഇതിനോട് അനുബന്ധിച്ച് ക്ഷേത്രത്തെ അനുബന്ധിച്ചുള്ള ഒരു ഇതാണത്, ആരാധനന്റെ ഭാഗമാണ്. നമുക്ക് പറ്റില്ല അല്ലേ? ഇപ്പൊ സംഘികളൊക്കെ സാധാരണ പറയാറുണ്ട്, മക്കത്ത് ഹറമിലേക്ക് എന്താ നിങ്ങള് മുസ്ലിങ്ങളെ കയറ്റാത്തത്? അപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തില് ഒരു മുസ്ലിം പേരുള്ള ഒരു പെണ്ണ് കാല് ആ കുളത്തിലിട്ട് റീൽസ് എടുത്തതിന്റെ പേരില് അവിടെ എന്ത് ചെയ്തപ്പോ ശുദ്ധീകരണം നടത്തി. കളിയാക്കാൻ പാടില്ല, അവിടെ കയറാൻ പാടില്ലായിരുന്നു. എല്ലാ മതത്തിനും ഉണ്ടാവും അങ്ങനെ. അത് വെറുപ്പുണ്ടായതുകൊണ്ടൊന്നല്ല, അത് മറ്റുള്ളവര് ശ്രദ്ധിക്കണം. മക്കത്ത് ഹറമിന്റെ ചുറ്റുഭാഗത്തൊക്കെ ബോർഡ് കാണാം, മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല. അതിനെ കളിയാക്കണമെന്നില്ല. ഇനി മുസ്ലിങ്ങൾക്ക് തന്നെ എല്ലായിടത്തും കയറാൻ പറ്റും. അപ്പൊ പള്ളി നമ്മളൊക്കെ കയറേണ്ടതാണ്. എന്നീ മീറാവ് പോയി കുത്തിരിക്കല വെന്റൊലൊക്കെ മിമ്പറമ്മ കയറുമോ? ഇല്ലല്ലോ. അതിനൊക്കെ ഓരോന്നിനും അതിൻ്റെതായ പവിത്രതകളുണ്ടല്ലോ. എന്നതുപോലെ ആഘോഷം കാര്യങ്ങൾ അതൊക്കെ നമ്മൾ സഹകരിക്കാൻ പറ്റുന്നതും പറ്റാത്തതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരെ വിശ്വാസത്തിനനുസരിച്ചാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആയുർവേദം മരുന്നേറ്റും വലിയൊരു ഹിന്ദു സഹോദരനുണ്ട് ഫെരിയിൽ. ആദ്യം അയാൾ വന്നപ്പോൾ അയാൾ ഒരു ഹിന്ദു ആയതുകൊണ്ട് നെറ്റിമ കുറിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ വേഷത്തിലല്ലേ, അപ്പൊ ഞാൻ മൂപ്പരെല്ലാം സൽക്കരിച്ചു. നമ്മളെ മതത്തെ പറ്റിയൊരു തെറ്റിദ്ധാരണ വേണ്ടാന്ന് കരുതിയിട്ട് പിന്നെ ആവശ്യമില്ലായിട്ടൊരു സാധനം വാങ്ങുകയും ചെയ്തു. മൂപ്പർക്ക് ചായയും വെള്ളമൊക്കെ കൊടുത്ത് പറഞ്ഞേശം ചെയ്തു. പിന്നെ മൂപ്പരെല്ലാ മാസം വരും. ഇന്റെ വരിക്ക് മാത്രമേ വരേണ്ടതേ. ഞങ്ങൾ തറവാടുണ്ട്, എൻ്റെ കാക്കാൻ്റെ പേരുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞു നോക്കും കൂടിയില്ല, നേരാണ് വന്നിട്ട് നമ്മൾ വന്നിട്ട് പോകും. നമ്മള് പെരുമാറ്റം അങ്ങനെ ആക്കി. അപ്പോൾ ചുരുക്കം പറയാം, ആ ശബരിമലന്റെ ഇതിലേ പിന്നെ മൂപ്പര് വന്നപ്പോ അന്ന് വെള്ളം കുടിച്ചില്ല. ഇപ്പൊ പറ്റൂല കേട്ടോ. അയാളെ പറ്റി നമ്മൾ തീവ്രവാദി എന്ന് പറയാൻ പറ്റുമോ? അയാളെ മതവിശ്വാസമാണത്. ഇച്ചയാളോട് ഇഷ്ടാ തോന്നിയത്, കാരണം ഭക്തനാണല്ലോ, കുഴപ്പമുണ്ടാവില്ല. അങ്ങനല്ലേ? അപ്പൊ അയാൾ നല്ല ആളാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇനിയിപ്പോ ഇയാള് പറയുമ്പോൾ അത് കുടിച്ചില്ലെങ്കിൽ, ഇയാൾ സാധനം വാങ്ങിയില്ലെങ്കിലോ എന്ന് കരുതിയാണ്ട് തട്ടിപ്പ് കാട്ടിയാലോ? അങ്ങനല്ലല്ലോ. അപ്പൊ അയാളൊരു ഭക്തനാണല്ലോ. ഇതിപ്പോ എല്ലാവർക്കും ഉണ്ടാവൂലേ? അല്ലേ? അത്രേ ഉള്ളൂ ഇപ്പൊ അതിന്റെ കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ വരുന്നാക്ക് ഞാൻ എൻ്റെ അടുത്തുള്ള കൃഷ്ണനോട് പറയാണ്, കൃഷ്ണേട്ടാ നമ്മളിപ്പോ അറിവിന് 6 ആളായിട്ടുള്ളൂ, ഒരാളെ കമ്മിയുണ്ട്, നിങ്ങൾ 10,000 റുപ്യ ആകാവുള്ളൂ, നിങ്ങളിപ്പോ മോന് ഗൾഫിലൊക്കെ അല്ലേ, എൻ്റെ അയലക്കത്തിന്റെ കൃഷ്ണേട്ടൻ. അപ്പൊ നിങ്ങളൊന്ന് കൂടുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പൊ ഇയാള് പറയുമ്പോ എങ്ങനെ കേൾക്കാക്കുക? അയാള് ഒരു 10,000 റുപ്യ തന്നാണ്ട് അത് ഇയാള് പിന്നെ പൂജാരിനോട് പോയി പറഞ്ഞ, ഛേ നിങ്ങൾ എന്താ ചെയ്ത്, അത് പാടില്ല എന്ന് പറഞ്ഞ പൂജാരി തീവ്രവാദിയാണ് അറിയാൻ പറ്റുമോ? ശരിയല്ലേ? അത് നമ്മളാ സാധുവിനെ കൊടുക്കല്ലേ. കാരണം അത് ഉദയത്താവൂലല്ലോ, അതിന് മുസ്ലിം ആകണ്ട, നെയ്യത്ത് വേണമല്ലോ. അപ്പൊ അതിൽ അർത്ഥമില്ല. അതല്ല സൗഹൃദം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെ ഇന്നിപ്പോ നമ്മൾ കാണണ്ട എന്താ അറിയോ, ഓണം നമ്മൾ നേരിട്ടെടുത്തായിരിക്കാം. നിങ്ങളവിടെ നിൽക്കുക, ഞങ്ങളൊന്ന് നോക്കട്ടെ. നമ്മൾ തുണി മുപ്പായൊക്കെ അതിന്റെ കളറൊക്കെ മാറ്റിയിട്ട് ഒന്നായിട്ട് ഇറങ്ങല്ലേ. സോഷ്യൽ മീഡിയ നോക്കണ്ട, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാല് അത് ഒരു കഥയാണ്. ഹക്കും ബാത്തിലൊന്നും ഇല്ല അതില്. ഓലൊരു തെളിച്ചലുണ്ട്. അതിനനുസരിച്ചാണ് ഇപ്പൊ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോ കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഓരോ പങ്കാളിടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യണം, ദീന നോക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോ ഞാൻ പറയുന്നത് തെക്കുവ വേണമെന്ന് പറഞ്ഞപ്പോ പറയാ, കുട്ടികൾ പറയാണ് വിവാഹം വേണ്ട, അവിടെ നമ്മൾ ഇത്രയും പറഞ്ഞു. എന്താ കാരണം പറഞ്ഞാൽ ഞങ്ങള് വിവാഹം കഴിച്ചാല് ഒരാളെ കീഴിൽ ജീവിക്കേണ്ടി വരും, അത് പറ്റൂല. അതിലൊരു പെൺകുട്ടി കാരണം എന്താ അറിയോ, ഫാമിലിയൊക്കെ വേണം, ജോലി ആകുന്നത് വരെയാണ്.
അപ്പോൾ അച്ഛൻ്റെ സഹായമാണല്ലോ. എന്തൊക്കെയാറ്റങ്ങൾ പറയണ്ടറിയാം. ഒരു മുസ്ലിം പെൺകുട്ടി പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ എന്നെക്കാൾ സ്ഥാനം ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിന് ഇല്ല എന്നുള്ളതാണ്. അതായത് എൻ്റെ വസ്ത്രം അയാൾ തിരുമ്പോൾ സാരങ്ങൾ അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ പെണ്ണുങ്ങളെ മാക്സിനും കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരല്പം മേൽക്കോയ്മ ആണിനുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത് അംഗീകരിക്കാഞ്ഞാൽ ഈ കപ്പൽ മുന്നോട്ട് പോകില്ല, ഇത് മുന്നോട്ട് പോകില്ല. വേറെ എല്ലായിടത്തും അതുണ്ട്. സ്ഥാപനങ്ങളിലും ഏത് ഇതിലും ഒരാൾക്ക് മുൻഗണന കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ലല്ലോ. കുടുംബത്തിൽ മാത്രം ഇത് പാടില്ല എന്ന് പറയുമ്പോൾ ഈ ചോദിക്കേണ്ട ചാനലുകാരുണ്ടല്ലോ, ഓൽക്കൊരു മേധാവി ഉണ്ട്, ഓൽക്കൊരു ബോഡി ഉണ്ട്, എല്ലാവരും ഒരുപോലല്ല. എന്നിട്ട് ഈ വിഷയത്തിൽ മാത്രം ഇങ്ങനെ പറഞ്ഞ് ഈ കുട്ടികളെ പുളിമ കയറ്റിക്കാണ്ട് എന്നിട്ട് നമ്മളെ കുട്ടികളെ കയ്യിൽ പെട്ടുപോകാണ്. വിവാഹം വേണ്ട, എത്ര കാലം പോകും അത്? ആരോഗ്യം ജോലിയൊക്കെ ഉണ്ടാവുമ്പോൾ തിരക്കുണ്ടാവില്ല. ആരോഗ്യം ക്ഷയിക്കുമ്പോൾ അപ്പോഴല്ലേ കുടുംബത്തിന്റെ മാഹാത്മ്യം മനസ്സിലാകുക. അപ്പോൾ വേണ്ടി വരില്ലേ ഒരു ഭർത്താവും മക്കളും ഒക്കെ ഇപ്പോൾ വേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്, ചിന്തയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേജാറാവൊന്നും വേണ്ട. കാര്യങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുക, മനസ്സിലാക്കുക, ഒക്കെ തിരിഞ്ഞു വന്നോളും. അതൊക്കെ അങ്ങനെ ഒരു തളപ്പിനാണ് പറയണേ. ഏതായിരുന്നാലും തഖ്വ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആലോചിക്കേണ്ടതല്ല, ഈ സദാചാര ബോധം ഉണ്ടാകാനും മതവിശ്വാസികൾ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അപ്പോഴും സ്വീകരിക്കാത്തത്? ഇന്നലത്തെ അവസ്ഥ കണ്ടില്ലേ? നിയമപാലകർ ഇറങ്ങാറായി. താമരശ്ശേരി കണ്ടില്ലേ കള്ളുടിയന്മാര് പോലീസുകാരോട് ഇങ്ങനെ പറയേണ്ടത്. 3-4 മണിക്കൂറൊക്കെയാണ് വട്ടം കറക്കിയത് പോലീസുകാരെ. കാരണം വയങ്ങണ്ടേ? പോലീസുകാരൻ്റെ മുഖത്ത് നോക്കി പറയാം, എൻ്റെ പേരിലെങ്ങനെ കേസെടുത്താൽ ഞാൻ എൻ്റെ പെരിയിലെത്തും. കള്ളാണാ പറയണ്ടേ? മറ്റോടില്ല. അഖിൽ നിഖിൽ 2 ഹിന്ദു സഹോദരങ്ങൾ. അതിൽ പിന്നെ അഖിൽ എന്ന് പറഞ്ഞ സഹോദരന് വീഡിയോ എടുക്കുകയാണ്. നിഖിലിന്റെ പണി എന്താ? സ്വന്തം അച്ഛനെ, കിടപ്പ് രോഗിയായ അച്ഛനെ ബെഡിലിരുത്തിട്ട് അടിക്കേണ്ട കണ്ടില്ല നിങ്ങൾ? 4 ദിവസമായിട്ടുള്ളൂ. ഞമ്മക്കന്നുണ്ടല്ലോ നടുങ്ങി, പിന്നെ ഹൃദയം നുറുങ്ങി പോകാറില്ല നമ്മൾ. അത്രക്കും വേദന തോന്നും. കാരണം കിടപ്പ് രോഗിയാണ്, അയാൾക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അച്ഛനെ ബെഡിലും കെട്ടി ഇരുത്തിയിട്ട് ഒരുത്തം ബാക്കിലാണ് ഇരുന്നിക്കാൻ മകൻ. എന്നിട്ട് ഈ കഴുത്തിന്റെ ബാക്കിലൊക്കെ പെരുഞ്ചാതി ഇടി, മദ്യപിച്ചതാണ്. അവന് ലക്കുലകാനുമില്ല. അമ്മ അത് കണ്ട് TV കണ്ടിരിക്കുമ്പോൾ അവരെ ഇരിക്കുന്നുണ്ട്, ഒന്നും പ്രതികരിക്കുന്നില്ല. ആ സാധു പേടിച്ചിട്ടേക്കാൻ ചിലപ്പോ മുണ്ടിയാ ചിലപ്പോ അമ്മക്ക് അടിയിട്ടുന്നുള്ളതുകൊണ്ട്. പിന്നെ 2 പോലീസ് പൊക്കി കൊണ്ടുണ്ടാകാണ്ട്. ഇങ്ങനെയൊക്കെ നാശങ്ങൾ ഉണ്ടാക്കിയിട്ടും ആർക്കും പ്രശ്നമില്ലല്ലോ, ആർക്കും പ്രശ്നമില്ല. മതപരമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുടെ മേൽ പിടിച്ചിട്ട് നമ്മളെ കളിയാക്കുന്നവരും ആക്ഷേപിക്കുന്നവരും ഇഷ്ടം പോലെ കാണാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ലോകത്ത് നല്ല ഒരു മുത്തഖിയാകുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയൊരു ജിഹാദാണ്. സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം. ഇത് ഒരു വർഷാട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റബീഉൽ അവ്വൽ പറന്നു. നമ്മളിങ്ങനെ രാത്രി ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ കാണാം കുട്ടികൾ പിന്നെ ലൈറ്റ് അറേഞ്ച്മെന്റുകൾ ചെയ്യുന്നതും റബീഉൽ അവ്വലിനനുബന്ധിച്ച്. അതും ചെറുപ്പക്കാർ തന്നെയാണ്. അതൊരു ടീം കുട്ടികളാണല്ലോ. ഈ പള്ളി ക്ലീൻ ചെയ്യാനും മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങാനും ഒക്കെ ഒരു പറ്റം യുവാക്കളും നല്ല വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ അതൊരു ഭാഗത്തുണ്ട്. പക്ഷെ നമ്മൾ 10 നേരെ മറിച്ചിങ്ങനെ ചാനലിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതാണ് മികച്ചു കാണുക. 10 ലക്ഷം അപ്പുറത്ത് നല്ല രൂപത്തിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കാണൂല. അപ്പൊ ഇത് വല്ലാതെ പകരും ഇത്, ഈ അസുഖം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അല്ലാഹു തആല പറയാണ്, ഈ അനുഗ്രഹങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തഖ്വ ചെയ്യണം. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിലേക്ക് തവക്കുലാക്കട്ടെ. അവർ എന്ത് ചെയ്യണം? പിന്നെ അല്ലാഹുവിലേക്കെല്ലാം തവക്കുലാക്കണം എന്നാണ്. അതായത് പടച്ചോന് പൂർണ്ണമായിട്ട് വഴങ്ങി കൊടുക്കണം. അതിന് മഹാന്മാരായ മുഫസ്സിറുകൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞ എന്താ നിങ്ങൾ ഈ പിന്നെ അതിനൊരു ഉദാഹരണം പറഞ്ഞ എങ്ങനെയാണ്? അഅ്ലാ മറാത്തിബി തവക്കുൽ. തവക്കുലിന്റെ മർത്തബയിൽ ഏറ്റവും ഉന്നതമായത്, അതായത് അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സ്റ്റാൻഡുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പിന്നെ മുകളിലുള്ളത് തവക്കുലിന്റെ അങ്ങേ തല എന്ന് പറയാം. അതെന്താ? അൻ യകൂന ബൈന യദൈല്ലാഹി തആല കൽ മയ്യത്തി ബൈന യദൈൽ ഗാസിലി എന്നാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരാൾക്ക് മയ്യത്ത് എങ്ങനെയാണ് വഴങ്ങി കൊടുക്കുന്നത്, അതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹ്ക്കാണ് വഴങ്ങുക എന്നാണ്. ഇപ്പൊ അതിന്റെ അപ്പുറത്തേക്കൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ.
മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾക്ക് മയ്യത്ത് വഴങ്ങുക എന്നാല് മയ്യത്തൊന്നും പറയില്ലല്ലോ, ഒന്നും പറയില്ല. ഇവിടെ കുറച്ചും കൂടി ചളി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് അറിയോ? ഇല്ല, പറയില്ല, അത് പറയില്ല. മയ്യത്ത് പൂർണ്ണമായിട്ട് അത് കുളിപ്പിക്കുന്ന ആളുകൾക്കാണ് വിട്ടുകൊടുത്തമാർക്കാണ് ഓര് ചെയ്യും പോലെ. ഇതേമാർക്കാണ് അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന യഥാർത്ഥ മോമിന് കൊടുക്കുകയാണ് റബ്ബിലേക്ക്. അപ്പൊ പിന്നെ അതിനെതിരെ എന്ത് തന്നെ ഏതൊക്കെ രൂപത്തിൽ വന്നാലും അയാൾക്കതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു മർത്തബിക്കൊന്നും എല്ലാവർക്കും എത്താൻ കഴിയൂല. അങ്ങനെ എത്തിയവരുണ്ട്. ആഘാതമായ വലിയ ആഴമേറിയ തവക്കുലാണ്. അവർക്ക് പിന്നെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. തന്റെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും അത് നേരിടാനുള്ള കഴിവുണ്ടാകും എന്നുള്ളതാണ്. അതിന് ഒരു ഉദാഹരണമായി പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. കാരണം നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുമ്പോ മലക്ക് വന്നിട്ട് ചോദിക്കുകയാണ്. നോക്കൂ, ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, അതൊക്കെ ഹാജ, നിങ്ങൾക്ക് താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ല ഇപ്പോ, നമ്മളെ വേണ്ട. കാരണം നമ്രൂദിന്റെ അഗ്നി കൊണ്ട് അങ്ങനെ കത്തിയ ആളാണ്. അതിക്ക് എണ്ണ പാർന്നിട്ട് കത്തിക്കുകയാണ്. 1.5 മാസം 2 മാസത്തോളം വിറക് ശേഖരിച്ചതാണ്. അതിക്കാണ് വീടാൻ പോകുന്നത്. മരത്തിന്റെ ഒരു പീരങ്കി തെറ്റുവില്ല് കറി അത് ഉണ്ടാക്കിയിട്ട് അതിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് മലക്ക് വന്നിട്ട് ചോദിക്കുന്നത്, ആവശ്യമല്ലേ, എന്റെ ആവശ്യം നിങ്ങൾക്കില്ലേ, സഹായിക്കേണ്ട രീതിയും പറഞ്ഞു. മഴ പെയ്യിച്ച് അല്ലെങ്കിൽ കാറ്റടിപ്പിച്ച് ആ അഗ്നികുണ്ഡം കെടുത്തി കളയാം. ഇല്ല, ഇപ്പൊ നിങ്ങളുടെ ആവശ്യം എനിക്കില്ല എന്നാണ്. അപ്പൊ മലക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് വീഴൂലേ? ഞാൻ എന്റെ റബ്ബിലേക്കെല്ലാം തവക്കുലാക്കണതാണ്. അപ്പടി കാഞ്ചി വലിക്കുന്നത് പോലെ ഇവരാണ് വലിച്ചു. ഒരിക്കലോട് കൂടെ അങ്ങോട്ട് എറിയാണ് അദ്ദേഹത്തെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് തീക്ക് എറിയും പോലെയാണ്. ആ പോക്കിൽ മൂപ്പര് പറഞ്ഞാണ് ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വക്കീൽ. അവിടെ നിന്നല്ല, അതാണ് തവക്കുൽ പറഞ്ഞാൽ. അതാണ് മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്ക് വടങ്ങും പോലെ എന്ന് പറഞ്ഞതിന് എക്സാമ്പിൾ പറയുന്നത് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് മുഫസ്സിറുകൾ പറയുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാ കാണാൻ സാധിക്കും. പിന്നെ മഹാന്മാര് പറയുന്നുണ്ട്, ഇപ്പോ ഇദാ വഖഅത്തി സൂറത്തിൽ അല്ലാഹു തആല മനുഷ്യരെ മൊത്തം 3 വിഭാഗമാക്കിയിട്ടുണ്ട്. 1 അസ്ഹാബുൽ മുഖറബീൻ, 2 അസ്ഹാബുൽ മൈമന, 3 അസ്ഹാബുൽ മശ്അമ. അതിൽ ഏറ്റവും മുകളിലെ കാറ്റഗറിയിലുള്ളവരാണ് മുഖറബീങ്ങൾ എന്ന് പറയുന്നത്. അള്ളാഹിനോട് ഏറ്റവും സാമീപ്യം നേടിയവർ അമ്പിയാക്കളും സിദ്ദീഖുകളൊക്കെ അതിലാണ്. 2ാം കാറ്റഗറിയാണ് ഏത്? അതിലെല്ലാവരും പെടണം. അതിലെന്നെ ഒരുപാട് പദവി വ്യത്യാസമുള്ളവരുണ്ടാവും. അസ്ഹാബുൽ മൈമന വലതുപക്ഷം. പാസ് മാർക്കോട് കൂടാണ് സ്വർഗം കിട്ടുണ്ടോ എന്നെ കയ്യിൽ പെട്ടു. ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ച മഹാന്മാര് പറയാണ്, ഈ മുഖറബീങ്ങളുടെ പെടുകയാണല്ലോ, അതിന്റെ ഒരു 1ാമത്തെ അലാമത്താണ് നല്ല തവക്കുലുണ്ടാകുക. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ചില ആൾക്കാർ എന്തൊക്കെ ഇതുണ്ടെങ്കിലും പിന്നെ ഒരു ഭയങ്കര തവക്കുലേക്കാരം. ഇപ്പോ മകളെ പിന്നെ അടുത്ത് കല്യാണം കഴിഞ്ഞ ഒരു മോള്, ആ മോള് അത്രയും ആ വാപ്പ അത്രയും താല്പര്യത്തില്ല, എല്ലാവർക്കും താല്പര്യം തന്നെ. കാരണം മൂപ്പര് കുറച്ച് ഓവർ ചെയ്യുന്നു. ഇപ്പൊ ആ കുട്ടി പോണില്ല, ഒരു നിലക്കും യോജിക്കൂല, ഒഴിവാക്കേണ്ട ഒരവസ്ഥയില്ല. മൂപ്പര് എനിക്ക് മിഞ്ഞാന്ന് വിളിച്ചു, എന്തോ ഒരു കരച്ചിൽ അറിയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെ കരഞ്ഞാലോ, നമ്മളാണുങ്ങൾക്ക് കുറച്ചൊരിത് വേണ്ട. അപ്പൊ പെണ്ണുങ്ങളെ അവസ്ഥ എന്തേക്കാണ്? ഇങ്ങനെയൊക്കെ ബേജാറായാലോ, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഒന്നും സംഭവിച്ചിട്ടില്ല, അവൾ കണ്ടുപോകാൻ താല്പര്യമല്ല എന്ന് പറഞ്ഞു. ഇതൊരിക്കലും ഒത്തുപോകില്ല എന്നുണ്ടാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്തിട്ട് അത് പിരിയലാണ് ഹൈറെന്നുണ്ടെങ്കിൽ പിരിയണം. അല്ല, ഓൾക്ക് യോജിച്ച് പോകാൻ തടസ്സം നമുക്ക് നീക്കി കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനല്ല ഉത്തരവാദപ്പെട്ട ആൾക്കാർ. അതിനിങ്ങനെ വ്യാപ മൂപ്പര് പറയണം എന്നോട്, ഞാൻ പിന്നെ ഒരു ചായയും കൂടിയും കുടിക്കാതെ ഗൾഫിൽ അധ്വാനിച്ച്, ഒരു പെപ്സിയും കൂടിയും കുടിക്കാതെ അധ്വാനിച്ച് ഒരു കൂട്ടിണ്ടാക്കിയ കാശ് കൊണ്ടാണ് പണ്ടുണ്ടാക്കിയത്. അത് മുഴുവൻ അടുത്ത് ഗുണം പോലെ കുറഞ്ഞ മാസങ്ങളായിട്ടുള്ളൂ. സംഭവം ശരിയാണ്. വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് തവക്കുൽ വേണം. അതിലൊക്കെ ബേജാറാൻ പാടുണ്ടോ? അപ്പൊ പിന്നെ വീട്ടിലെ പെണ്ണുങ്ങളെ അവസ്ഥ എന്തേക്കാരം, ബാക്കിയുള്ള അവസ്ഥ എന്തേക്കാരം? അപ്പൊ എന്താ അറിയോ, നമ്മള് അതൊക്കെ ദുനിയാവില് അങ്ങനെ ഉണ്ടാവും. അത് പരിശുദ്ധ ഖുർആനില് ഒരായത്തില് അല്ലാഹു തആല പറയുന്നുണ്ട്, നമുക്ക് പ്രയാസങ്ങൾ വല്ലാതെ വരും. ഖുർആനിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തീരെ തഖ്വയില്ലാത്ത ആൾക്കാർക്ക് നല്ല സുഖേക്കാരം, ഓൽക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
എന്നിട്ട് ഖുർആനെ പറ്റി പറഞ്ഞെന്താ അറിയോ? അത് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, മത്താവുൻ ഖലീൽ, അത് കുറഞ്ഞ കാലത്തേക്കുള്ള സുഖാസ്വാദനാണ്, അത് ക്ഷണികാണ്, അത് താൽക്കാലികമാണ്. ഞമ്മക്കങ്ങനല്ല, നമുക്ക് അവിടെ അല്ലാഹു തആല കനം കൂട്ടി തരാൻ ഇവിടെ ഒന്നല്ലെങ്കിൽ ഒന്ന് മോമിനീങ്ങൾക്ക് എന്തായിരുന്നാലും ഉണ്ടാവും. പല പ്രയാസങ്ങളും വരും, അതതിൻ്റെ സ്വഭാവമാണ്. അതാണ് ഞമ്മക്കെല്ലാം നിലക്കും റാഹത്ത് വരേണ്ട, എന്ത് തന്നെ വന്നാലും. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. തെറ്റായ വിശ്വാസം വെറുതെ ആൾക്കാരെ സമാധാനം കിട്ടാൻ പറയല്ലോ, അങ്ങനെയുള്ളതിൻ്റെ യാഥാർത്ഥ്യം. അപ്പൊ അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഓർക്കണം. ഈ തവക്കുൽ പറഞ്ഞെടുത്ത് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മുഖറബീങ്ങൾ എന്ന് പറയുന്ന അള്ളാഹുവോട് ഏറ്റവും അധികം അടുത്തവര്, അവരുടെ ഒരു പ്രത്യേകത എന്താ? അവർക്ക് നല്ല തവക്കുൽ ഉണ്ടാവുന്നതാണ്. അവർ എല്ലാം അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കും. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താലും എല്ലാം ചെയ്യും, അത് അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതല്ല പറയുന്നത്, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതല്ല നമ്മൾ പറയുന്നത്. നബിതങ്ങൾ പറഞ്ഞെന്താ? ഓന് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തുന്നതാണെന്ന്. നമ്മൾ ചൊല്ലി പോകാം. ഇങ്ങോട്ട് വന്നാൽ നമ്മൾ കാര്യമാക്കണ്ട. അപ്പം എൻ്റെ നാട്ടിൻ്റെ അടുത്ത് മിനിഞ്ഞാന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. മോട്ടോർ സൈക്കിൾ 2 കഷ്ണമായിരിക്കണം. എന്താ സംഭവിച്ചെന്ന് വണ്ടിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ടോറസിന്റെ ഉള്ളിലേക്കാണ് പോയിക്കാണ്. ഇത് കണ്ട ആള് പറയാണ്, എന്താ നമ്മളുടെ അന്തം വിട്ടോ. ആ ലോറിക്കാരനൊന്നും പറയാൻ പറ്റില്ല, കാരണം ഓൻ പരമാവധി അപ്പുറത്ത് കൊണ്ടേ പെടാതിരിക്കാം. നേരാണ് പോയത്. അയാൾ ഉറങ്ങിയതാണോ അതേപോലെ തലചുറ്റലും സംഭവിച്ചോ എന്തറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ പോകില്ല. നേരെ വണ്ടിനുള്ളിൽ കിടക്കും. ഒരു കച്ചവടക്കാരൻ എങ്ങനെയാണ് പഠിച്ചോ കണക്കാ. എപ്പോ രാവിലെ ഏരക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങേണ്ട ആളപ്പോൾ മുടുത്തം മുട്ടൊരു മഴ പെയ്ത് ആ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കേണ്ട സമയത്ത് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. റോഡും കട്ടെ ചോരക്കളാണ്. പിന്നെ നമ്മൾ എപ്പോഴാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ ടേബിളിലേക്ക് മനുഷ്യന് മടക്കപ്പെടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ നമ്മൾ ചെല്ലകളിലൊക്കെ ചൊല്ലിയിട്ട് പിന്നെ നമുക്ക് വരുന്നത് കൂലിയുള്ളവരെ വേഗം ഷഹീദിന്റെ കൂലിയേക്കാരം. അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ തവക്കുൽ വളരെ പ്രധാനമാണ്. നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നോക്കൂ, ആ ഭാഗം ഞാൻ ബാക്കി പറയാം. അപ്പോ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കട്ടെ. അടുത്ത ആയത്ത്, വലഖദ് അഖദല്ലാഹു മീസാഖ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിൽ നിന്ന്, ഇസ്രായേലികളിൽ നിന്ന് തീർച്ചയായിട്ടും അള്ളാഹു ഒരു ഉടമ്പടി വാങ്ങി. വബഅസ്നാ മിൻഹും 12 നഖീബാ, അവരിൽ നിന്ന് 12 പ്രധാനികളെ അയച്ച സന്ദർഭം ഇൻഷാ അല്ലാഹ് അത് ആ സംഭവം തൊട്ട് അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്താണ് ആ കരാറും ആ സംഭവം അത് നമുക്ക് കൂടുതൽ അപ്പം പറയാം. 10-20 ആയത്തിനെത്തുമ്പോൾ ശേഷം വരാണ്ട് ആവർത്തിക്കണ്ടല്ലോ. അതിൻ്റെ ബാക്കിയുള്ളതും കൂടി പറയണമെന്ന് സമയം കിട്ടുള്ളൂ, അല്ല ഞാൻ അതിനും കിട്ടൂല. അപ്പോൾ അത് ശേഷം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം അള്ളാഹു ഒരുപാട് ഉടമ്പടികൾ. ഇപ്പം നമ്മളെടുത്തുന്ന ഉടമ്പടി വാങ്ങിയത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അലസ്തു ബിറബ്ബിക്കും എന്നുള്ള ചോദ്യത്തിന് ബല എന്ന് നമ്മൾ മറുപടി കൊടുത്തത് അടക്കമുള്ള അങ്ങനെ ഒരുപാട് കരാറുകൾ. ഇസ്രായേലികൾക്കും അള്ളാഹു തആല അവരോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള വാക്ക് ഓരോരുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അതിന് 12 ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവർക്ക് പ്രത്യേകം തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട്. അത് പ്രവാചകന്മാരാണോ അല്ലേ എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്, ശേഷം പറയാം. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വഖാലല്ലാഹു ഇന്നി മഅക്കും, അല്ലാഹു തആല പറഞ്ഞു ഇന്നി മഅക്കും, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് കൂടെയാണ്. ഇതിപ്പോ ഇസ്രായേലികൾക്കും നമുക്കൊക്കെ ബാധകമാണ്, എല്ലാരോടും കൂടിയാണ് പറയുന്നത്. അള്ളാഹ് നമ്മോട് കൂടെയാണ്. അല്ലാഹു തആല പറയാണ് ഞാൻ നിങ്ങളോട് കൂടെയാണ്. അതുകൊണ്ട് ലഇൻ അഖംതുമുസ് സ്വലാത വആതൈതുമുസ് സകാത വആമൻതും ബിറുസുലി വഅസ്സർതുമൂഹും വഅഖറൽതുമുല്ലാഹ ഖർളൻ ഹസനാ. പ്രത്യേകം ഈ വേദക്കാരോട്, കാരണം ഓൽക്കാണ് ചില പ്രവാചകന്മാരെ അംഗീകരിക്കാൻ മടിയുണ്ടായിരുന്നു. ഭാഗികമായിട്ടാ ഓല് വിശ്വസിച്ചു, നമ്മളെ പോലല്ല. ചിലത് വിശ്വസിക്കും സൗകര്യം പോലെ, ഓൽക്ക് വേണ്ട ഓലെടുക്കും, വേണ്ടാത്ത ഓല് തള്ളും. അപ്പൊ അങ്ങനല്ല. അള്ളാഹു പറഞ്ഞെന്താ, നിങ്ങൾ നിസ്കാരം നിലനിർത്തിയാൽ, നിസ്കാരം സമയബന്ധിതമായി നിലനിർത്തണം.
വആതൈതുമുസ് സക്കാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്തു. വആമൻതും ബിറുസുലി എൻ്റെ പ്രവാചകന്മാരിൽ നിങ്ങൾ വിശ്വസിച്ചു. വഅസ്സർതുമൂഹും നിങ്ങൾ എൻ്റെ പ്രവാചകന്മാരെ സഹായിച്ചു. പല അർത്ഥമുണ്ട്. സഹായിച്ചു, മഹത്വപ്പെടുത്തിയൊക്കെ അർത്ഥമുണ്ട്. വഅഖറൽതുമുല്ലാഹ ഖർളൻ ഹസനാ നിങ്ങൾ അല്ലാഹുവിനിക്ക് ഉദാത്തമായ രൂപത്തിൽ നിങ്ങൾ കടം കൊടുക്കുകയും ചെയ്താൽ ലഉകഫിറന്ന അൻകും സയ്യിആതികും നിങ്ങളുടെ പാപങ്ങൾ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. വല ഉദ്ഖിലന്നകും ജന്നാത്ത് സ്വർഗീയ ആരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അതിൻ്റെ താഴ്ഭാഗത്തിലൂടെ അരുവികളൊടുകും. അങ്ങനെയുള്ളതിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുക ചെയ്യും. എന്താ ഈ പറയുന്നത്? അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ഇവരോട് കരാർ ചെയ്തു. എന്നിട്ട് അള്ളാഹ് ഓൽക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ്. നമുക്ക് ഓൽക്കൊക്കെ ആ സംഭവം നമ്മളോട് പറയുന്നത് നമ്മളും ഈ കാര്യം ശ്രദ്ധിക്കാനാ. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, നിസ്കരിക്കുക. രണ്ട്, സക്കാത്ത് കൊടുക്കുക. മൂന്നാമത്തത്, പ്രവാചകന്മാരിൽ എല്ലാരിലും വിശ്വസിക്കുക, അവരെ സഹായിക്കുക, അള്ളാഹ്ക്ക് നല്ല രൂപത്തിൽ കടം കൊടുക്കുക. എന്നാ നിങ്ങളെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തേരും, നിങ്ങളെ സ്വർഗത്തിൽ കടത്തുന്ന. അവിടെ ആദ്യം നിസ്കാരത്തെ പറ്റിയാ പറഞ്ഞത്. എന്താ അതിന്റെ കാരണം എന്ന് വെച്ചാൽ അതിലൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അവർക്കും നമുക്കൊക്കെ നിസ്കാരം ഒരുപോലെ തന്നെ, പക്ഷെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. റക്കായത്തിന്റെ എണ്ണം, ചെല്ലുന്ന കാര്യത്തിലൊക്കെ. ഇപ്പൊ ഫാത്തിഹ സൂറത്ത് 1-ാം റക്കായത്തിൽ നമ്മളിതാണ്, അവർക്ക് വേറെ ആയിരുന്നു. എന്നാൽ അടിസ്ഥാനപരമായിട്ട് സുജൂദ് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. 4 കാര്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട്. ഒന്ന് ഖിയാമ്, മറ്റൊന്ന് റുകൂഅ്, മറ്റൊന്ന് സുജൂദ്, മറ്റൊന്ന് തശഹ്ഹുദ്. ഇങ്ങനെ 3 കാര്യം. ഇനി വേറെ അതിൽ ഖിയാമില് ഖിറാഅത്ത് വരുന്നുണ്ട്, റുകൂഅിൽ തസ്ബീഹ് വരുന്നുണ്ട്, സുജൂദിൽ തസ്ബീഹ് വരുന്നുണ്ട്, അത്തഹിയാത്ത് പറയുമ്പോൾ അവിടെ സ്വലാത്ത് വരുന്നുണ്ട്, ദുആ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ്. അപ്പോൾ റുകൂഅ്, സുജൂദ്, അതുപോലെ തന്നെ ഖിയാമ്, ഖുഊദ് നൃത്തം, ഇരുത്തം, അതുപോലെ തന്നെ സുജൂദ്, റുകൂഅ്, ഇത് 4. അതുപോലെ തന്നെ ഖിറാഅത്ത് വരുന്നുണ്ട്, ദുആ വരുന്നുണ്ട്, തസ്ബീഹ് വരുന്നുണ്ട്, ഇസ്തിഗ്ഫാർ വരുന്നുണ്ട്, ഹംദ് വരുന്നുണ്ട്, ദുആ വരുന്നുണ്ട്, സ്വലാത്ത് വരുന്നുണ്ട്. ഇതൊക്കെ കൂടി അടങ്ങിയതാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട പ്രധാന ഭാഗങ്ങളെല്ലാം തൂണ് പോലെ അത് 4. അത് റുകൂഅ്, സുജൂദ്, അതുപോലെ തന്നെ ഖിയാമ്, തശഹ്ഹുദ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് അള്ളാഹു തആല മറ്റവർക്കൊക്കെ കൊടുത്തതാണ്. ഖിയാമിൽ ചൊല്ലാനുള്ള വ്യത്യാസം ഉണ്ടാവും, റുകൂഇൽ ചൊല്ലാനുള്ള വ്യത്യാസം ഉണ്ടാവും. നമുക്ക് തന്നെ ആദ്യകാലത്തും അവസാന കാലത്തും വ്യത്യാസം ഉണ്ടല്ലോ. നിസ്കാരം നമുക്ക് നിർബന്ധമാക്കുന്ന സമയത്ത് റുകൂഇൽ ഇന്നത് ചെല്ലുക എന്നുള്ള കണക്കില്ലായിരുന്നു. പിന്നെ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന് വന്നപ്പോഴാണ് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പാസാക്കി. അതുപോലെ സബ്ബിഹിസ്മ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി പാസാക്കി. റുകൂഇൽ ഉയരുമ്പോൾ അല്ലാഹു അക്ബർ എന്നാ പറഞ്ഞിരുന്നു. അത് സമി അല്ലാഹു ലിമൻ ഹമിദ ആകാൻ കാരണം ആരാ? അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജമാഅത്ത് ഒഴിവാക്കൂല. അവല് ഇതിന് നമ്മൾ, അതായത് ഇമാമ് തക്ബീർ കെട്ടുമ്പോൾ ഉടനെ തക്ബീർ കെട്ടണമെങ്കിൽ ഭയങ്കര പുണ്യമുള്ള തിരിഞ്ഞ് നമ്മളധികം ആൾക്കാരവിടെ എത്തും. പക്ഷേ ഇബ്ലീസ് സമ്മതിക്കൂല. അങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് തുണിയൊക്കെ എല്ലാം എടുത്തുകൊട്ടെ ഒന്ന് കഴിച്ചും പിരിഞ്ഞു തന്നെ ഒന്ന് അയച്ചിട്ട് അപ്പം ഇബ്ലീസ് പറയും ഫൈന സ്പീഡിൽ ഞാൻ നോക്കേ, അല്ലെങ്കിൽ മല്ലാക്കനെ തോണ്ടിയാൽ മതി എന്നൊക്കെ. ഇങ്ങനെ നമുക്ക് ചിന്തിട്ടൊന്ന് ആ കൂലിയാണ് കളി. അവിടെ ഇങ്ങനെ തിരിഞ്ഞടിച്ച് കണ്ട് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ശ്രദ്ധിക്കുന്നവർ അതിൽ വലിയ ജാഗ്രതയാണ്. ഒരു ദിവസം വൈകി ഒരു നിസ്കാരം തുടങ്ങിയിരിക്കണം. ഇമാം റുകൂഅ് പോയി വേഗം വന്ന് നിന്നു. അദ്ദേഹത്തിന് മനസ്സിലായി കിട്ടും, റുകൂഅ് കിട്ടും. റുകൂഅ് കിട്ടിയാൽ റക്അത്ത് കിട്ടുമല്ലോ. അതിലെന്ത് ചെയ്തു മൂപ്പര് പറഞ്ഞതാണ് എന്ത്? അൽഹംദുലില്ലാഹ്, സന്തോഷം കൊണ്ട്. അപ്പൊ ജിബ്രീൽ എന്ന മലക്ക് നബിയോട് പറഞ്ഞാണ് സമിഅല്ലാഹു ലിമൻ ഹമിദ. ആ സ്തുതിച്ച ആൾക്ക് അല്ലാഹു ഉത്തരം കൊടുക്കട്ടെ. ഞാൻ ജലിഗോളിയാർന്നു. അപ്പൊ ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നബി പറഞ്ഞാണെന്ത്? സമിഅല്ലാഹു ലിമൻ ഹമിദ. ശ്രദ്ധിക്കുന്നവരുടെ സ്ഥാനം കൂടിയാണ്. അതിലൊന്നും യുക്തിയോഗ്യ കാര്യം. പിന്നെ അങ്ങനെ തന്നെ നമ്മളും പറയും. അതാണ് ഇസ്ലാം ദീനം. അല്ലെങ്കിലും മുമ്പ് നിസ്കാരത്തിൽ പ്രവേശിക്കേണ്ട സമയത്ത് മുമ്പ് ഈ ശേഷം പറഞ്ഞാലും നിസ്കാരത്തിന് കുഴപ്പം വരില്ല. വേറെ ഒരാളോട് അഭിസംബോധന പാടില്ല.
നമ്മൾ തന്നെ ഇപ്പോൾ ഒരാൾ തുമ്മിയാൽ നമ്മൾ നിസ്കാരത്തിൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവില്ല. ഫാത്തിഹന്റെ അടിയിലാണ് ഈ ഫാത്തിഹ മടക്കി ഓതേണ്ടിയിരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ നിങ്ങളാണ് തുമ്പി. അപ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. നിങ്ങൾ തുമ്പിയ നിങ്ങളല്ല, ഞാൻ തുമ്പി. തുമ്പിയോണ്ട് കുഴപ്പമില്ലേനോ, പക്ഷെ അൽഹംദുലില്ലാ പറഞ്ഞു നിസ്കാരത്തിൽ. അപ്പോൾ ഫാത്തിഹ മുറി. തുമ്പിയോണ്ട് ഫാത്തിഹ മുറിയില്ല, അൽഹംദുലില്ലാ പറഞ്ഞാൽ മുറിഞ്ഞു പറഞ്ഞാൽ ഞാൻ അയച്ചു ഓതണം എന്നർത്ഥം. നേരെ മറിച്ച് നിങ്ങൾ തുമ്പി അൽഹംദുലില്ലാ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഫാത്തിഹ ഓതിന് ഇയ്യാക്കെത്തിയപ്പോഴാണ് നിങ്ങൾ നന്നായി തുമ്പി കണ്ട അൽഹംദുലില്ലാ പറഞ്ഞാൽ ഞാനപ്പോൾ യർഹമുക്കല്ലാഹ് പറഞ്ഞു. അവൻ്റെ നിസ്കാരം തന്നെ ബാത്തിലായി. ഞാൻ കാരണം എന്താ, നിസ്കാരത്തിൽ വേറൊരാളോട് അഭിസംബോധന ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാൻ മൂപ്പരോടെ പറയണ്ടേ അള്ളാഹ് റഹ്മത്ത് ചെയ്യട്ടെ, മനസ്സിലായില്ലേ? അത് പാടില്ല. അപ്പൊ ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് പിന്നെ ഈ അടിസ്ഥാനപരമായി 4 കാര്യങ്ങൾ അള്ളാഹു എല്ലാവർക്കും കൊടുത്ത. അപ്പൊ ഇവിടെ സ്വർഗം കിട്ടാൻ ഒരു കാരണം പറയുന്നത് നിസ്കാരം നിർവഹിക്കണം, പിന്നെ പറയുന്നതോ സക്കാത്ത് കൊടുക്കണം. അതൊരു നിർബന്ധ വിഹിതാണ് സക്കാത്ത്. അത് വേദക്കാർക്കും നമ്മക്കും ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ആ വ്യത്യാസം ഒന്ന് കാണിച്ചു. രഹസ്യമാണ് ചെന്നാലേ നമ്മളത് ആകെ മുതലാട്ടത് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഒരാളെ കയ്യിലുള്ള ആകെ മുതലാണ് ഇത്. ഇപ്പം 10 ഓഹരി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ സക്കാത്ത് കൊടുക്കേണ്ട എത്രയുള്ള അറിയാം. ഇതോന്റെ മുതലാണെങ്കിൽ ഇത്രയും സക്കാത്ത് കൊടുക്കണ്ടോ നമുക്ക്. നമ്മളെ ശരീരത്തിൽ നമുക്ക് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്, അതായത് 1 2 3 4 5 6 7 8 9 10 10-1 4-1 അതിനെ 4 ഓഹരി വെച്ചാൽ അതിലൊരു ഭാഗം നമുക്ക് സക്കാത്ത്. എന്നാ ഇവർക്ക് എത്ര കൊടുക്കണം? നേരെ ഇങ്ങനെ ഒന്ന് കൂട്ടിയാക്കി. എത്ര വ്യത്യാസമുണ്ട്. നമുക്ക് ആകെ എത്ര കൊടുക്കണ്ടുള്ളൂ, ഇത്ര മുതലുണ്ടെങ്കിൽ. എന്നാൽ വേദക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് ആകെ മുതലിന്റെ 25% കൊടുക്കണം. നമുക്ക് 2.5% കൊടുക്കണ്ടുള്ളൂ. അതാണ് വ്യത്യാസം. ഓല് നമ്മളും തമ്മിലുള്ള വ്യത്യാസത. ഇവിടെ ഈ പറഞ്ഞത് ഓൽക്കുള്ള സക്കാത്ത് പൊട്ടി നമുക്കുള്ള സക്കാത്ത്. അഹ്റാഫ് സൂറത്തിൽ നബിയെ പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞല്ലോ, വയല്ലഉഅൻഹും ഇസ്റഹും. നിങ്ങൾ വേണമെങ്കിൽ നബിനെ പിൻപറ്റിക്കോളിയെന്ന്. നിങ്ങൾക്കുള്ള ഭാരങ്ങളെ ആ റസൂല് ആണ് ഇറക്കി വെക്കുന്നു പറഞ്ഞ ഇതാണ്. ആകെ മുതലിന്റെ 25% കൊടുക്കണം ഓൽക്ക്. നമ്മളെ ശരീരത്തിന് വന്നപ്പോൾ 2.5 ചുരുക്കി ഭയങ്കര സൗകര്യം ചെയ്തു തന്നു. അത് കുറെ മെച്ചുണ്ടായി. ആൾക്കാർക്ക് സമ്പാദിക്കാനൊരു ആവേശം ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, 1 ലക്ഷം കിട്ടി 25 കൊടുക്കണം, വെറുതെയാണ്. അതിലാറല്ല ഒന്നും ഇല്ലാതിരിക്കുന്ന, ബാക്കി 25 കിട്ടിക്കോളും നേരിട്ടു. എല്ലാ ആൾക്കാരങ്ങനെ എഴുതൂലേ. ആൾക്കാർക്ക് ഇത് ഈ സമ്പത്ത് ഉണ്ടാക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിന് നല്ല മാർഗങ്ങൾ, പലിശയും കാര്യങ്ങളും വരാതെ, ചതിയും വഞ്ചനയും വരാതെ, അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. അപ്പോ ഇവിടെ അള്ളാഹു തആല സക്കാത്തിന്റെ കാര്യം പറഞ്ഞു. ഇത് നോക്കൂ, വീണ്ടും പറയുന്നെന്താ, വആമൻതും ബിറുസുലി, എന്റെ പ്രവാചകന്മാരിൽ നിങ്ങൾ വിശ്വസിക്കുകയും വേണം. അവിടെയാണ് ഇവർക്ക് പ്രശ്നം പറ്റിയത്. ഇവർക്ക് പ്രശ്നം പറ്റി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കും.
കാരണം നമ്മൾ ആമന റസൂല് അഥവാ രാത്രി നമ്മൾ തഹജ്ജുദിന് ഉണർന്നിട്ടില്ലെങ്കിൽ അതിന് പകരം വെക്കാൻ പറ്റിയ 2 ആയത്താണ് ആമന റസൂല് നബിതങ്ങൾ പറഞ്ഞത് അല്ലേ. ഒരാൾ ആമന റസൂല് രാത്രി ഓതിയാൽ ഫതാഹു എന്ന നബിതങ്ങൾ അത് മതിയോന്. എന്തിനെ തൊട്ട് മതി എന്നാണ് ഒരു വിഭാഗം മുഹദ്ദിസീങ്ങൾ പറയേണ്ടത്. നബിതങ്ങളാ പറഞ്ഞതിന്റെ ഉദ്ദേശം രാത്രി മുഴുവൻ ഓതണ്ടീന് സമാന 2 ആയത്തുകൾ ഓതിയത്. ഒരു വിഭാഗം പറയേണ്ടത് രാത്രി മുഴുവൻ നിസ്കരിക്കേണ്ടതിന് സമാണെന്നാണ്. ഒരു വിഭാഗം പറയുന്നത് എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഉറങ്ങിപ്പെട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അന്ന് കിടക്കുമ്പോൾ ആമന റസൂല് 2 ആയത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ പരിഹാരമായി എന്നുള്ള അസദിന്റെ സുജൂദിന്റെ ആർക്ക്. ആ ആമന റസൂല് നമ്മൾ പറയുന്ന തന്നെ എന്താ, പ്രതിജ്ഞ എടുപ്പിക്കണം അള്ളാഹു നമ്മളെ കൊണ്ട്. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റസൂൽ, അള്ളാഹുവിന്റെ ദൂതന്മാരിൽ നിന്ന് ഒരു ദൂതർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കാണിക്കൂല. അതായത് ഏതെങ്കിലും ഒരു നബി അല്ല ഞങ്ങൾ പറയിലാണ്. വേദക്കാർക്ക് ആകെ പറ്റിയ പ്രശ്നം എന്താ, അംഗീകരിച്ചില്ല. ഒരു സംഭവം പറയാം. നജ്റാനിൽ നിന്ന് 60 പേരടങ്ങുന്ന ഒരു സംഘം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഒക്കെ ക്രിസ്ത്യാനികളാണ്. ആ 60 പേരിൽ 14 പേര് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ നേതാക്കന്മാർ കാര്യപ്പെട്ടവരാണ്. ഈ കാര്യപ്പെട്ടവരിൽ ഒരാളാണ് പണ്ഡിതനുള്ളത്. ബാക്കി സാധാരണക്കാരാണ്. അതിൽ വലിയ സമ്പത്തുള്ളവരുണ്ട്, പ്രമുഖരായ പ്രമാണിമാരുണ്ട്. അതിൽ വലിയ ഒരു പണ്ഡിതനുണ്ട്, ഇഞ്ചിയിൽ വലിയ കഴിവുള്ളൊരു പണ്ഡിതൻ. ഹാരിസത്ത് ബിൻ അൽഖമ എന്നാണ് അയാളുടെ പേര്. അയാളെ നേരെ അനിയനും ആ കൂട്ടത്തിലുണ്ട്. അയാൾ പണ്ഡിതനൊന്നല്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടിയും മദീനയിലേക്ക് വരികയാണ്. എന്താ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണലാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഹാരിസത്ത് ബിൻ അൽഖമക്ക് മാത്രമേ എന്തറിയുള്ളൂ, ഇത് അന്ത്യപ്രവാചകനാണ്. ഇത് അയാൾക്ക് വേദത്തിലല്ലോ അറിയാലോ. ഇത് വേദത്തിൽ പറഞ്ഞ വിശ്വസിച്ചിട്ടില്ല, അന്ത്യപ്രവാചകനാണ്. പക്ഷെ ആ കാര്യം അയാൾ ഒരാളോട് പറഞ്ഞില്ല. ജസ്റ്റ് ഒന്ന് കാണുക, അത്രേ ഉള്ളൂ. അങ്ങനെ വരുന്ന വഴിയിൽ വെച്ചിട്ട് ഹാരിസത്തിന്റെ ഒട്ടകം കാലുവഴുതി വീണു. നമ്മൾ വണ്ടിയൊക്കെ മറിയുന്നത് പോലെ ഇയാളുടെ കാല് വഴുതി വീഴാണ്. ഈ ഒട്ടകത്തിന്റെ കാല് തെറ്റിയിട്ട് ഒട്ടകം മറിഞ്ഞോടുകൂടി ഇയാൾ തെറിച്ചു. അപ്പൊ ഇയാൾ അനിയൻ ഒപ്പുണ്ടല്ലോ. അപ്പൊ ഇയാൾ അനിയന് ഉടനെ തന്നെ പറഞ്ഞു അത്രേ, മുഹമ്മദിന് നാശം എന്ന് പറഞ്ഞു. ഇയാൾ അനിയൻ. എന്താ കാരണം? അയാളെ കാണാനുള്ളപ്പോൾ ഈ പോകേണ്ടത്. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ഓട്ടോറിക്ഷന്റെ ടയർ പൊട്ടിയ രാക്ഷണ കെട്ട കല്യാണം എന്നറിയും ചിലപ്പോൾ ചിലർ. കല്യാണത്തിന്റെ കുഴപ്പമില്ല, ടയർ പറ്റ തേഞ്ഞിക്കണേ, അതാണ് സംഭവം. പക്ഷെ അങ്ങനെ പറയും. എന്നതുപോലെ ഇവരിപ്പോ നമ്മുടെ നബിയുടെ പേരിൽ ആ കാണാൻ വേണ്ടി പോകാണല്ലോ, അപ്പോഴാണ് അത് സംഭവിക്കേണ്ടത്. അപ്പൊ ഇയാളെന്ത് ചെയ്തു? ജ്യേഷ്ഠനായ പണ്ഡിതൻ വീണപ്പോ അനിയന് അത് നേരെ നബിക്കാണ് ചാർത്തി, അയാൾക്ക് നാശം നടന്നു. അപ്പൊ ഉടനെ തന്നെ ഹാരിസത്തിന്റെ വായിന്ന് വന്നത് അതൊരിക്കലും പറയരുത് എന്നാണ്. അപ്പൊ മറ്റാക്കൊരു കൗതുകം, എന്താ അയാൾ പറഞ്ഞാല്. അപ്പൊ ഇത് നബിയുടെ മഹത്വം ഇതുവരെ ഇയാൾ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. അയാൾക്ക് നാശം എന്ന് പറഞ്ഞപ്പോ ഇയാളെ ഈ പണ്ഡിതനെ പറഞ്ഞു അങ്ങനെ പറയരുത് എന്നോ. അപ്പൊ ഈ അനിയൻ ചോദിച്ചു അത്രേ, എന്താണ് പറഞ്ഞാല്? അപ്പൊ പറഞ്ഞു, നമ്മളെ ഇഞ്ചിയിൽ പറഞ്ഞ ആ പ്രവാചകനാണത്. സ്വന്തം അനിയനോട് 60 അംഗ സംഘത്തിൽ ഈ ആക്സിഡന്റ് ആണെന്നപ്പോ പറഞ്ഞ അയാളാണ് ചൂടായി. അയാൾ നല്ല മനുഷ്യനാണ്, വിവരം കുറഞ്ഞ ആളാണെങ്കിലും അയാൾ പറഞ്ഞ എന്താ അറിയോ, എന്തുകൊണ്ട് ഈ കാര്യം താങ്കൾ ജനങ്ങളോട് പറയണില്ല? സ്വന്തം ജ്യേഷ്ഠനോട് ഇതൊക്കെ അറിഞ്ഞിട്ട് ഇത് മൂടിയൊക്കെയാണ്. അപ്പൊ അയാൾ സത്യം പറഞ്ഞു. എന്താ അയാൾ പറഞ്ഞറിയോ? റോമൻ ഭരണാധികാരികൾ അയാളെ വെറുക്കുന്നുണ്ട്. ഏത്? ഈ പ്രവാചകനെ. അതുകൊണ്ട് നമുക്ക് റോമൻ ഭരണാധികാരികൾ ചെയ്തു തരുന്ന ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അത് നമുക്ക് മുടങ്ങും ഈ സത്യം പറഞ്ഞാൽ. പണം കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. ഈ അനിയൻ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ടാണ് പിന്നെ ഈ വിഷയം പുറത്താകുന്നത്. അങ്ങനെ ഈ 60 അംഗ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികെ വന്നു, സംസാരിച്ചു. 80 ആയത്തിറങ്ങാൻ കാരണമായിട്ട് ഈ സംഭവം ചില്ലറല്ല. അങ്ങനെ ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഉൽ അവ്വലൊക്കെ വന്ന സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും വേണം നമ്മുടെ നബിയുടെ മഹത്വം. അങ്ങനെ ഇവരായിട്ട് നബി തങ്ങൾ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാന്യമായി അവരെ അള്ളാന്റെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. നമ്മളെ കടമയുള്ളത് സത്യം വിധാനങ്ങളിത് വരണം, നിർബന്ധിപ്പിക്കല്ല. അപ്പൊ അവര് പറഞ്ഞെന്താ വെച്ചാല്, ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ പന്നി മാംസം കഴിക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ പന്നി മാംസം കഴിക്കുന്നതാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളല്ല. ഈസാ നബിയെ പറ്റി നിങ്ങൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഈസാ നബി ദൈവപുത്രനാണ്. അപ്പൊ
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഗണ്ണിച്ചു. എന്നിട്ട് നബി തങ്ങൾ അതിന്റെ തഫ്സീറൊക്കെ വായിച്ചാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാന്തരം ഒരു സംവാദകനാണ്. ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതിയല്ലോ. നബി തങ്ങൾ ചോദിച്ചു, പിന്നെ ഈസാ നബി ദൈവപുത്രനാണ് ചോദിച്ചു. അതെ, അങ്ങനെയാണ് ഞങ്ങളെ വിശ്വാസം തന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഈസാ നബി ഇപ്പം ഉണ്ടോ ചോദിച്ചു. ഇല്ല. നമ്മളെ വിശ്വാസം പിന്നെ എന്താണ്? നമ്മൾ പറയുന്നത്, ഖുർആൻ പറയുന്നത് ആകാശത്തേക്ക് ഉയർത്തുന്ന ഇവർ ക്രൂശിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, പിന്നെ ദൈവപുത്രനാണെങ്കിൽ ദൈവത്തിന്റെ അതേ സത്തയിൽ വരണ്ടേ? അള്ളാഹുവിന്റെ അതേ ദാത്ത് വരണല്ലോ, അതേ സത്ത വരണം. അത് നശിക്കാൻ പാടില്ലല്ലോ. അതിൽ ഇവർ ഉത്തരം മുട്ടിയപ്പോൾ ഇവർ നബിയോട് ചോദിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ ഈസാ നബിയുടെ പിതാവാരാ? ആ സമയത്താണ് ആലു ഇമ്രാനിലെ ആദ്യത്തെ 80 ചില്ലാന ആയത്തുകൾ ഇറങ്ങിയത്. ആലു ഇമ്രാൻ 3-ാമത്തെ സൂറത്തുണ്ടല്ലോ. ഒരു പൂ ചോദിച്ചപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്തൊരു പൂന്തോട്ടം കൊടുത്തു പറഞ്ഞ മാതിരിക്കായി. അതായത് പിന്നെ ഈസാ നബിന്റെ വല്യപ്പയാണ് ആര്? ഇമ്രാൻ. ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഒരാളെ പേരാണ്. ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാന്റെ കുടുംബം. ഈസാ നബിന്റെ ഉമ്മ മറിയം ബീവിന്റെ ഉപ്പയാണ് ആര്? ഇമ്രാൻ. ഈസാ നബിക്കാരില്ല, ഉപ്പല്ല. മറിയം ബീവിന്റെ ഉപ്പയാണ് ഇമ്രാൻ. ഇമ്രാൻ ഹന്ന ദമ്പതിമാരുടെ മകളാണ് മറിയം. അങ്ങനെ ആണ് പറഞ്ഞു കൊടുത്തിട്ട് ഈ ആലി ഇമ്രാൻ സൂറത്തിലാണ് പിന്നെ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. മറിയം റളിയല്ലാഹു അൻഹയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സവിസ്തരം പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും 80 ചില്ലാന ആയത്തുകൾ ഓതി കൊടുത്തു. അതിൽ ചിലർ ഇസ്ലാം സ്വീകരിച്ചു, ചിലർ വാശിക്കുന്നു. അപ്പൊ നോക്കുങ്ങൾ അവിടെ ഇഞ്ചിയിൽ ആ മുസ്ലിമായ ആളാണ് പിന്നെ ആ അപകടം നടന്ന കാര്യം പറയണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. എന്തറിയോ? അല്ല, ആലി ഇമ്രാന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, തുച്ഛ വിലക്ക് റബ്ബിന്റെ വചനങ്ങളെ വിറ്റവരാണ്. അതാണത്. ആലി ഇമ്രാൻ സൂറത്തിൽ ലാസ്റ്റ് പറയുന്നുണ്ട്, കുറഞ്ഞ വിലക്ക് നിങ്ങൾ ദീനിനെ വിറ്റു എന്ന് പറഞ്ഞാൽ അന്ന് റോമൻ ഭരണാധികാരികളിൽ നിന്ന് ഈ പുരോഹിതന്മാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾ ഈ സത്യം തുറന്നു പറഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്തു? ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് മുണ്ടില്ല. എന്നാലോ തുറന്നു പറഞ്ഞോലുണ്ട്, അതൊന്നും വേണ്ട, സത്യം. അതാണ് അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലെ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ വേദപണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെ പ്രത്യേകം അല്ലാഹു തആല അവരോട് ചെയ്തൊരു കരാറ്, നിങ്ങൾ എന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കും. നമ്മളിപ്പോൾ റബീഉൽ അവ്വൽ വന്നു, നമ്മൾ ഈ കാര്യം പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും ഈ കാര്യങ്ങൾ പറഞ്ഞവരാണ്. എല്ലാവരും പറഞ്ഞു. അതാണ് നമ്മളെല്ലാം പറയണം എന്ന് പറഞ്ഞത്. റബീഉൽ അവ്വൽ നല്ലോണം കളറാക്കണം. കളറൊക്കെ എന്ന് പറഞ്ഞാൽ ആഭാസമൊക്കെയല്ല, അള്ളാന്റെ തിരുദൂതരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ ഏറ്റവും നല്ല അവസരം. തെറ്റിദ്ധരിച്ചവർക്ക് ഇതൊക്കെ ഭയങ്കര സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ ഈ റബീഉൽ അവ്വലിലെ ഈ കുട്ടികളെ പരിപാടികൾ വളരെ സമാധാനത്തോടുകൂടെ ശാന്തമായ രൂപത്തിലുള്ള അതിൻ്റെതായ രീതിയിലാണ്. ഈ ഘോഷയാത്ര എന്ന ആഭാസകരമായ രൂപത്തിൽ പണ്ടത്തെ സിസ്റ്റം നമ്മളെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റിക്കുക, ആ സ്വലാത്തൊക്കെ ചൊല്ലി ഇങ്ങനെ അല്ലേ, ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഒരു മിതമായ രൂപത്തിലുള്ള അത് ഭയങ്കര സ്വാധീനം ചെലുത്തും. നബി തങ്ങളുടെ ആ യഥാർത്ഥ മാതൃക നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴേ ചെറിയ മക്കളിലൂടെ അത് നമ്മൾ നല്ലോണം ആഘോഷിക്കണം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് കൂടുമ്പോഴേക്ക് റബീഉൽ അവ്വൽ 12 കഴിയും. റബീഉൽ അവ്വൽ 12 വളരെ പ്രധാനമാണല്ലോ. നമുക്ക് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ആയിട്ട് വന്നിട്ടുണ്ട് ഈ വർഷം. ആ രാവ് വളരെ പ്രധാനം. അപ്പം ആരോ പറഞ്ഞു, പിന്നെ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് സുബൈൻ്റെ ശേഷമാണ്. അപ്പോൾ സുബൈൻ്റെ മുമ്പ് മൗലൂദ് ഒന്നിൽ അർത്ഥമില്ല. ഓരോരോ ചർച്ചയാണ്, അനാവശ്യമായ ചർച്ച. എന്താ വെച്ചാൽ ചില ആളുകൾ മൗലവിമാർക്ക് ഒരു പണിയില്ല തന്നെ. എന്താ വെച്ചാൽ സമുദായത്തെ കെട്ടിപ്പടുക്കാനോ മറ്റോ അങ്ങനെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞു എന്തേലും ഉണ്ടാക്കി അങ്ങനെ ഇപ്പം എല്ലാവർക്കും പറയാം. പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, ആൾക്കാരെ ഈമാൻ പോകും. ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞെടുത്തൊരു ചർച്ച ഉണ്ട്. ഏറ്റവും നല്ല രാത്രി ഏതാണ്? അത് കിതാബിൽ പറയേണ്ട കാര്യമാണല്ലോ. ഏറ്റവും നല്ല രാത്രി ഏതാണ്? നിങ്ങൾ കേൾക്കണോ? ഒരു വിഭാഗം മുഫസ്സിറുകൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി റബീഉൽ അവ്വൽ 12 രാവാണെന്നാണ്. പകലല്ല, രാവ്. ഇതിന്റെ കാരണം എന്താ? ഇപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഉച്ചക്കാ ജനിച്ചതെന്ന് കൂട്ടുക, അതിന്റെ രാവ് തലേന്നല്ലേ? അങ്ങനെ കൂട്ടിക്കോളി. അങ്ങനല്ല, അങ്ങനാണെങ്കിൽ സങ്കല്പിച്ച് നോക്കി, അതിന്റെ രാവ് തലേ രാവാണല്ലോ. ഇസ്ലാമികമായിട്ട് അങ്ങനെയല്ലേ കണക്കൂട്ടണ്ടേ?
അപ്പോൾ ഏറ്റവും നല്ല രാവ് പറയേണ്ടത് റബീഉൽ അവ്വൽ 12ന്റെ രാവാണ്. ഒരു നിങ്ങൾ എന്ത് കരുതരുത്, റമദാൻ വന്നാങ്ങൾ ലൈലത്തുൽ ഖദറിനെ പറ്റിങ്ങോട്ട് ഒരു സംഭവമാക്കി പറഞ്ഞാണ്ട് ഇപ്പം എങ്ങനെയും പറയും എയിമെയിലൊന്നും ഉറച്ചിക്കും സാറേ. അങ്ങനല്ല, ഇതിനൊക്കെ ഓരോന്നിനും അതിൻ്റെതായ തെളിവുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിനെയും അവഗണിക്കണ്ട. ലൈലത്തുൽ ഖദറിന് അതിനുള്ള മഹത്വം ഉണ്ടാവും, മറ്റീന് അതിനുള്ള മഹത്വം ഉണ്ടാവും. ഇപ്പോൾ പിന്നെ മൗലൂദിന് തുടങ്ങിയ അപ്പോൾ മുസാഫിർ തോന്നുന്ന ഒരാളുണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്നവരോട്. പള്ളിക്ക മൗലൂദാണ് തുടങ്ങിയ മൂപ്പര് വേഗം മുസാഫിർത്താനിരിക്കും. അപ്പോൾ എന്നോട് അവിടുത്തെ കുട്ടികൾ പറഞ്ഞു നിങ്ങളൊന്ന് പറയേണ്ടി ഉസ്താദേ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ മൂപ്പർക്കൊരു സംശയം, എന്തായിരുന്നാലും മൗലൂദിനേക്കാൾ ഖുർആനല്ലേ നല്ലത്. അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചാണ് എന്ത്, അങ്ങനെയാണെങ്കിൽ ഈ നിസ്കാരത്തിൻ്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്നാണോ ആദ്യം ചെല്ലേണ്ടത്, ആയത്തുൽ കുർസിയാണോ ചോദിച്ചാൽ? ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുൽ കുർസിയാണ്. നിസ്കാരത്തിൻ്റെ ശേഷം ആയത്തുൽ കുർസി ഓതണം, അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലണം. ഏതാ ആദ്യം? അസ്തഗ്ഫിറുല്ലാഹ്. ദിക്റുള്ളത് ഖുർആനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ ആദ്യം കൊടുക്കാൻ പറ്റില്ല. ബിസ്മി കൊണ്ടാണ് എല്ലാം തുടങ്ങേണ്ടത്. പക്ഷെ മിമ്പർ വന്ന് ഖുതുബ തുടങ്ങേണ്ട അൽഹംദുലില്ലാഹ് കൊണ്ടാണ്. ഖുർആന്റെ ആയത്തോതിൽ വളരെ പുണ്യാണ്. എന്നാൽ പിന്നെ നമുക്ക് നിസ്കാരത്തിൽ റുക്കൂനും സുജൂദിലൊക്കെ ഓരോ ആയത്ത് ഫിറ്റായ ആയത്തോടുകൂടായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായതുണ്ട്. അപ്പോൾ മുത്തുനബിയെ ബഹുമാനിച്ച് നമ്മളാ മാസത്തിൽ ഒരു പ്രകീർത്തനം നടത്തുമ്പോൾ അവിടെ ഇടങ്കോലിയുടെ എല്ലാം വേണ്ടത് കൂടാ. അൽഹംദുലില്ലാഹ്, അതൊക്കെയാണ് ദീന് അറിയേണ്ടത്. ഇത് ജൂതന്മാരുണ്ടാക്കിയൊരു തെറ്റിദ്ധാരണയാണ് സഹോദര. നമ്മളെ നബിത്തങ്ങൾ അത്രത്തോളൊന്നും ഇല്ല എന്നൊരു ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും റഷീദ് റിദയും പെട്ടുപോയി. ഓല് പണ്ട് ഈജിപ്തിൽ ഇറക്കിയ പുസ്തകം കേരളത്തിലേക്ക് വരുത്തി വായിച്ചുകൊണ്ട് ഒരു കൂട്ടർ പെട്ടു. അതിലേക്ക് വേറെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പെടുത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നബിയെ നല്ലോണം പറയല്ലേ വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മദ്ഹല്ലേ പറയുന്നത്, മദ്ഹല്ലേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഈ നബിയുടെ പേരിൽ മദ്ഹ് പാടില്ല എന്ന് പറയുന്ന ഒരാളെ വാപ്പൊരു കാര്യപ്പെട്ട ആളാന്ന് കുട്ടികോളി, അയാളെ പേരിലൊരു മദ്ഹ് ഗാനം മഹല്ല് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു അനുസ്മരണ പരിപാടിയിൽ അവതരിപ്പിക്കുകയാണ്. ഈ പറയപ്പെട്ട ആളത് റെക്കോർഡ് ചെയ്യും, അത് ഗ്രൂപ്പൊക്കെ വിട്ടുകൊടുക്കും. എൻ്റെ ഒപ്പയാണത്, അത് വളരെ കറക്റ്റാണ്. എൻ്റെ ഒപ്പ അത്രയും കാര്യപ്പെട്ട ആളായിരുന്നു എന്നാ പറയാ. നമ്മൾ ആത്മപിതാവാര അള്ളാന്റെ തിരുദൂതരാണ്. ആ അള്ളാന്റെ തിരുദൂതരെ നമ്മൾ എത്രമാത്രം മദ്ഹ് പറയാനേ ഉള്ളല്ലോ. പിന്നെ നമ്മൾ റബീഉൽ അവ്വലിലുള്ള സന്തോഷം ഞാൻ സാന്ദർഭികമായിട്ട് പറയും, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആനിലെ യൂനുസ് സൂറത്തിലെ 57-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒരു 4 കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എഴുതുന്ന അനുഗ്രഹങ്ങൾ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും. ഒന്നാമത്തത് റബ്ബിൽ നിന്ന് മൗഇദത്ത് വന്നിരിക്കുന്നു എന്നാണ്. രണ്ടാമത്തത് വശിഫാഉൽ ലിമാ ഫി സുദൂർ, ഷിഫാ. മൂന്നാമത്തത് വഹുദൻ, ഹുദ വന്നിരിക്കുന്നു എന്നാണ്. 4 റഹ്മത്ത് വന്നിരിക്കുന്നു എന്നാണ്. 4 കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. 1 മൗഇദ, ഖുർആൻ തത്വോപദേശം. 2 ഷിഫ, ഹൃദയ രോഗങ്ങൾക്കും മറ്റും മരുന്ന്, അതും ഖുർആനാണ്. മൂന്നാമത്തത് വഴികാട്ടി, ഹുദൻ ലിന്നാസ് എന്ന ഖുർആനെ പറ്റി പറഞ്ഞ അതും ഖുർആനാണ്. 4-മത്തത് പറയുന്നത് വറഹ്മ, കാരുണ്യം. ഇനി ആ ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന അർത്ഥം എന്താ അറിയങ്ങൾ? ആ റഹ്മത്ത് കൊണ്ട് വിവക്ഷ മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റേ 3ഉം ഖുർആനുമാണെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ. പിന്നെ അപ്പുറത്തേക്കുണ്ടോ? ആ ആയത്തിന്റെ തൊട്ട് താഴെ 58-ാം ആയത്തിൽ പറയുന്നതോ ഫബിദാലിക ഫൽയഫ്റഹൂന, ആ റഹ്മത്തിൽ മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ എന്നാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹൂ. നബിയെ അങ്ങ് ജനങ്ങളോട് പറയൂ, ആ റഹ്മത്തിൽ മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ. അപ്പോൾ ഏറ്റവും വലിയ റഹ്മത്ത് നബിതങ്ങളാണ്. അതിൽ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ അത് എല്ലാ സമയത്തും വേണ്ടതല്ലേ? റബീഉൽ അവ്വലിൽ അത് കൂടുതൽ വരും, സ്വാഭാവികമല്ല. ഇപ്പം നമുക്കിപ്പോൾ വാപ്പ മരിച്ച ദിവസം വരുമ്പോൾ നമ്മൾ വാപ്പാരെ പേരിൽ എപ്പോഴും ദ്വാരക്കണം, എപ്പോഴും ഓർക്കണം. അപ്പോഴാണ് മക്കൾ മുതലാകുക. ആ ദിവസം വരുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്നും ദ്വാരക്കൂല. അതിന് ഒരു പ്രത്യേക ത്രില്ലുണ്ടല്ലോ അതിന്. മരണത്തെ നമ്മളെപ്പോഴും ഓർക്കണം. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച ഖബർക്ക് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സൊന്ന് പൊട്ടും, പോണല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവും. അപ്പം മാത്രം അങ്ങനെ ഓർക്കരുത് പറയാൻ പറ്റുമോ? അതിനല്ല സിയാറത്ത് എന്നതുപോലെ അടിസ്ഥാനപരമായി സന്തോഷിക്കണം എന്ന് വന്നാൽ, പരിഗണിക്കണം എന്ന് വന്നാൽ, അത് ഇങ്ങനെ വേണമെന്നുള്ള നിബന്ധന ഇല്ലെങ്കിൽ സൗകര്യം പോലെ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം, നിസ്കാരം എങ്ങനെയെന്ന് നേരം കാണിച്ചൊന്ന് മാറ്റം വരുത്താൻ പാടില്ല. അത് ലോഹർ 4 പറഞ്ഞാൽ 4 കാലോചിതമായി മാറ്റം വരുത്താൻ പറ്റില്ല, സമയം മാറ്റം വരുത്താൻ പറ്റില്ല, റക്അത്തിന്റെ എണ്ണം കൂട്ടാൻ പറ്റില്ല. അതങ്ങനെ തന്നെ വേണം.
എന്നാൽ ദീനീ പ്രബോധനത്തെ പറ്റി പറഞ്ഞു കൊടുത്തോ ഇന്ന പോലെയെന്ന് പറഞ്ഞിട്ടില്ല. സൗകര്യം പോലെ ഹിക്മത്തോടുകൂടെ ആളുകളെ ക്ഷണിച്ചൊളിയുന്ന. അപ്പോൾ ഒരു 10-50 കൊല്ലം ബ്ലാക്ക് ബോർഡ് ഇല്ലേനി നമുക്ക്. പിന്നെ ബ്ലാക്ക് ബോർഡ് വന്നു. ഇപ്പൊ ഡിജിറ്റൽ ക്ലാസ് റൂമുകളായി. അതൊക്കെ ഹിക്മത്താണ്. ഇന്നമായിരിക്കും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മദ്രസ എന്നുള്ള സിസ്റ്റം തന്നെ അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബിന്റെ കാലത്ത് മദ്രസയും എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു സദർ ഉസ്താദാക്കുകയാണെങ്കിൽ രക്ഷിതാക്കളെ മീറ്റിംഗ് വിളിച്ച് ഒറ്റ ഒരാൾ വരാക്കൂല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര സ്ട്രോങ് ആണ്. കുട്ടികളെ പുറത്താക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം ഉണ്ടോ? 10 മണി വരെ മദ്രസ, ഫാത്തിഹ ഓതികാണ്ട് തുടങ്ങിയ സലാത്തല്ലി പിരിയ, ഇതൊക്കെ പുതിയ സംവിധാനമാണ്. എന്തായാലും ആരും പറയാത്ത. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പിന്നെ കവുങ്ങ് ഒരു പക്ഷേ കൊടിയെട്ടാണ്ടായിക്കൊള്ളുന്നില്ല. പന ഉണ്ടായിരുന്നല്ലോ, പന. ഇന്നത്തെ പോലെ സമ്മേളനം ഉണ്ടായിനോ? ഇല്ലല്ലോ. അതൊക്കെ പുതിയ പുതിയ സംവിധാനങ്ങളാണ്. എന്നതുപോലെ ആലോചിച്ച് നോക്കൂ, എന്തിനാ നബിയെ തിങ്കളാഴ്ച നോമ്പ് ചോദിച്ചു? ഫീഹി വലിത്തു, എൻ്റെ ബർത്ത്ഡേ അന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായി? നബിയുടെ ജന്മദിനത്തെ പരിഗണിക്കണമെന്ന് മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഈ സൗദ് ഭരണകൂടം ഒരു വിതഴി ചിന്ത കടന്നുകൂടി കുറെ കാര്യങ്ങൾ അവിടെ മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതിലൊന്നും ആർക്കും തർക്കം വരില്ല. ആർക്കും തർക്കം ഉണ്ടാവില്ല. ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ഹജ്ജിനും ഉംറക്കും വരുന്ന ആൾക്കാർ, നിഷ്കളങ്കരായ ആൾക്കാർ അവിടെ ഇല്ലല്ലോ പറയും. അവിടെ തെറ്റിദ്ധാരണ ഉണ്ട്. ഇനിയിപ്പോൾ സൗദ് ഭരണകൂടം ഒരു കാലത്ത് കഅബ തവാഫ് വേണ്ട, അവിടെ നിന്ന് കണ്ടാൽ മതി, ചുറ്റിയാല് ചില രാജ്യങ്ങളിലൊക്കെ ചില ക്ഷേത്രങ്ങളൊക്കെ ചുറ്റും പോലെ തെറ്റിദ്ധരിക്കുന്നു പറഞ്ഞാൽ അപ്പൊ നമുക്ക് തോന്നും ശരി, അതിൽ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ അവിടെ എല്ലാ സൗകര്യം ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് ഒരു തെറ്റിദ്ധാരണ വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രവാചകരെ നമ്മൾ സ്മരിക്കണ്ടേ? നമ്മൾ ലോകത്തിന്റെ മുന്നിൽ നല്ലോണം പ്രചരിപ്പിക്കണ്ടേ? നമ്മളാണത് പ്രചരിപ്പിക്കേണ്ടത്, വേറെ ആരും വരില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നൊരു നാമമാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അള്ളാഹിന്റെ തിരുദൂതരുടെ ആ പേര് അത് ഏറ്റവും കൂടുതൽ പറയപ്പെടുകയാണ്. മുഹമ്മദ്, അഹ്മദ് എന്ന പേരുകൾ നമ്മളതിൽ അഭിമാനിക്കാൻ വേണ്ട. ആൽ ഇമ്രാൻ സൂറത്തിലും അഹ്സാബ് സൂറത്തിലും മുഹമ്മദ് സൂറത്തിലും ഫത്ഹ് സൂറത്തിലും അള്ളാഹു മുഹമ്മദ് എന്ന നാമം പറഞ്ഞു. സൊഫ് സൂറത്തിലെ അഹ്മദും 5 തവണ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ഇവിടെ വാക്കിലും ഇഖാമത്തിലും നിസ്കാരത്തിലും പിന്നെ മുഅ്മിനീങ്ങളുടെ നാവിലൂടെ അത് നിരന്തരം പദ്യരൂപത്തിലും ഗദ്യരൂപത്തിലും പദ്യഗദ്യ സമ്മിശ്രമായിട്ടൊക്കെ പറയപ്പെടുകയാണ്. നമ്മളത് പ്രചരിപ്പിക്കണം. അതിന് നമുക്ക് ഭയങ്കര കൂലിയുണ്ട്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലൂ അലൈഹി എന്ന ആയത്തിലെ അഹ്സാബിലെ ആയത്തിലെ സ്വലാത്തിന് ചില മുഫസ്സിറുകൾ അർത്ഥം കൊടുക്കുന്ന മദ്ഹ് എന്നാണ്. അപ്പോൾ മദ്ഹ് പറയാനാണ് പറയുന്നത്. നമ്മൾ ആ കാര്യം നിർവഹിക്കുക. അതൊക്കെ നമ്മളെ ജീവിതത്തിലും നമ്മളെ വീടുകളിലൊക്കെ വലിയ മാറ്റം വരും. അതുകൊണ്ട് ഇപ്പം ഇറാഖ് എടുത്ത് നോക്കി. ഇറാഖിൽ വഖഫ് ഭൂമി അതിനാ കൂടുതൽ അറിയങ്ങൾ. റബീഉൽ അവ്വലിന്റെ ചെലവിക്കാം. ദർസിന് വഖഫ് ചെയ്യും പോലെ കൊല്ലത്തിലൊരിക്കലും നബിദിനാഘോഷ പരിപാടിക്കുള്ള ചെലവിക്കാണ് മുഅ്മിനീങ്ങൾ വഖഫ് ചെയ്തിട്ടുള്ളത്. തുണീഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ റബീഉൽ അവ്വൽ 12-ന്റെ ആ രാവിലെ ഉറങ്ങൂല ആളുകൾ എന്നാണ്. ഫുൾ ഹയാത്താക്കുക. വെറും പ്രകീർത്തനങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉറക്കി ഒരാക്കാൻ കൊടുക്കുക. അസീദ എന്ന് പറഞ്ഞൊരു പായസമുണ്ട്, അറബ് ലോകത്ത് അറിയപ്പെട്ട. റബീഉൽ അവ്വൽ 12-ന് കൊടുക്കുന്നതാണ്. എവിടെ ഇല്ലാത്ത. ഇന്നിപ്പോൾ നമ്മൾ വെറുതെ പറയലല്ലോ. ഇപ്പം നമുക്കിപ്പോൾ വാഷിങ്ടണിലെ കഴിഞ്ഞ വർഷത്തെ നബിദിനാഘോഷ പരിപാടി യൂട്യൂബിലടിച്ചാൽ കിട്ടും. തൊലാൽ ബദർ ചൊല്ലിയിട്ട് അവിടുത്തെ ആളുകൾ പിന്നെ ടൗണിലൂടെ നടത്തുന്ന പ്രകടനം, ബുർദ ചെല്ലുന്നത് എല്ലായിടത്തും ഉണ്ട്. സൗദി അറേബ്യയിലും രഹസ്യമായിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു സഹോദരൻ പിന്നെ ഇവിടെ ഉണ്ട്, മക്കത്തുണ്ട്, തന്നിയമിൽ. ഓലവിടെ ഒരു ബേക്കറിയിലാണ്. ആ ബേക്കറിൻ്റെ മുതലാളി റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് സാധനങ്ങൾ എടുക്കാൻ പറയും, കൊടുക്കും. പരസ്യമാക്കണ്ട, മധുരം കൊടുക്കുക. നിബിധങ്ങൾ ജനിച്ച സന്തോഷം. അവിടെ പിന്നെ എല്ലാം അങ്ങനെ തന്നെയാണ്. അതെന്ന് മാത്രമല്ല, കുറേ കാര്യങ്ങളില്ലല്ലോ. ഇപ്പോൾ മൗലൂദ് പോട്ടെ, ഖുർആൻ ക്ലാസ് എടുക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ അടുത്ത ഉംറക്ക്, കഴിഞ്ഞ വർഷം ഉംറക്ക് പോയ സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു ക്ലാസ് എടുത്തേരി എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞുകൊടുത്ത്. നമ്മളെ നാടല്ല, തല പോയി എഴുതിയതാണ്. പിന്നെ ഇവരെല്ലാവരും കൂടിയും പറഞ്ഞാണ്ട് പിന്നെ ഒരു ക്ലാസ് മദീനത്തുനിന്ന് അവസാനം വല്ലാതെ വന്നപ്പോൾ ആയിക്കോട്ടെ എന്ന ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതിന് ശേഷം ഇവരെല്ലാവരും കൂടി വന്ന് എന്നെ കൊണ്ടുപോയിക്കാണ്ട് ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് പോലീസുകാർ വന്നു.
ഭാഗ്യത്തിന് കഴിച്ചിലായതാണ്, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചോണ്ടോ. കാരണം ഓൽക്കത് നമ്മളെന്താ പറയേണ്ടതെന്ന് ചിലപ്പോൾ ഓൽക്ക് മനസ്സിലാവില്ല. മാത്രമല്ല അവിടെ അങ്ങനെ കൂട്ടം കൂടാൻ പറ്റില്ല. നമ്മളിനി എത്ര പോലെ ബോധ്യപ്പെടുത്തിയും കാര്യമില്ല. പക്ഷെ ഭാഗ്യത്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയില്ല. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെന്ത് ചെയ്തു, വേണ്ടത് പിരിഞ്ഞും ചെയ്തു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഓരോ മൊബൈലിൽ കണക്ട് ആണ്. അവിടെ നടക്കുന്ന CCTV ഓല് കാണുന്നുണ്ട്. ഓൽക്ക് പേടിയാണ്, ഈ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാവും എന്നുള്ള പേടിയാണ്. അപ്പോൾ അവിടെ മൗലൂദ് എന്ന് മാത്രമല്ല, ഖുർആനാ പറയേണ്ടവരുടെ കാര്യം ഉണ്ടാവില്ല, കൂട്ടം കൂടാനേ ഓല് സമ്മതിക്കൂല. അത് നമ്മൾ അംഗീകരിക്കും വേണം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ കൊടുത്തം വിടും, ആ പേരിൽ പലരും കളിക്കും. അപ്പോൾ അവിടെ ഉണ്ടോ വെച്ചിട്ട് കാര്യമില്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക്. ഇപ്പോൾ റബീഉൽ അവ്വൽ 12-ന് ഒരു പ്രസവം നടന്ന ആ കുടുംബത്തിന് പ്രത്യേക ഗിഫ്റ്റ് കൊടുക്കുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ യാദൃശികമായിട്ട് സംഭവിക്കുന്നത്, യാദൃശികമല്ല, ഒരു ഭാഗ്യമാണ്. അപ്പോൾ റബീഉൽ അവ്വൽ 12-ന്റെ നബിതങ്ങൾ ജനിച്ച സമയത്ത് കറക്റ്റായിട്ടൊരു പെണ്ണ് പ്രസവിച്ച, അപ്പോൾ നമ്മൾ കുഞ്ഞുമോളെ അന്ന് പറ്റേണ്ടിട്ടാ, അത് പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ കരുതിയാൽ കിടക്കൂലല്ലോ. അപ്പോൾ അതൊക്കെ വിഷയം പരിഗണിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ നബിദിന സംഭവം നടന്നിരുന്ന ട്രിപ്പോളിയിലാണ്. ട്രിപ്പോളി കാരണം ഒരു കൊല്ലയിൽ ആദ്യക്കുട്ടി ഉസ്താദ് പങ്കെടുത്ത് ഞാൻ ഓർക്കേണ്ടത്. ലിബിയൻ്റെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ പിന്നെ ഒരു 70-75 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തിട്ട്, അന്ന് ഖദ്ദാഫി ഉണ്ടായിരുന്നു. അവിടെ ഈ ട്രിപ്പോളിയിൽ ഏക്കർ കണക്കിന് സ്ഥലം മൈലാഞ്ചി കൃഷിയാണ് ഗവൺമെന്റിന്റെ കീഴിൽ. അതെന്തിനാ ഞങ്ങൾ അവിടെ ഉള്ള ഒരു ചുറ്റുപാടെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കും പെൽക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി. അപ്പോൾ ഗവൺമെന്റ് സഫർ മാസമായ ഇതൊക്കെ പൊടിച്ചൽ തുടങ്ങും, ഉണക്കാൻ തുടങ്ങും. റബീഉൽ അവ്വൽ 12-ന്റെ മുമ്പ് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് വിതരണം ചെയ്യാണ് റസൂൽ ജനിച്ച ആ ദിവസം ഇവർക്ക് സന്തോഷിക്കാൻ വേണ്ടി. ഇപ്പൊ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പേരിൽ മൗലിദ് കൂട്ടിയിട്ടുണ്ട്, നബിയുടെ മൗലിദിനെ. അപ്പോൾ ഓരോ സ്ഥലത്തും അതാത് രീതിയിൽ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ രാജ്യത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെതായ രീതിയിൽ നല്ലൊരു അവസരമാണിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. മാത്രമല്ല നമ്മളെ മഹല്ലുകളിലൊക്കെ ഒക്കെ അറിയാലോ, ഒന്ന് അമുസ്ലിം സഹോദരങ്ങൾ വരെ വളരെ ആത്മാർത്ഥമായി സ്വീകരണം കൊടുക്കാനും ഒരു സന്തോഷം. കാരണം പ്രശ്ന കലുഷിതാണല്ലോ, വർഗീയത വല്ലാതെ ആടിക്കത്തിക്കാൻ പലരും ശ്രമിക്കുന്ന ഒരു കാലമാണ്. ചിലർക്ക് സമാധാനം കിട്ടണമെങ്കിൽ അത് വേണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ മതവിശ്വാസികൾ തമ്മിൽ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതൊക്കെ വരുമ്പോൾ ഒന്ന് ഉരുകയാണ്. നല്ല മനുഷ്യന്മാർ ഇതിനോടൊക്കെ ഇത്തരം കാര്യങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിക്കാൻ പറ്റിയത് സഹകരിച്ചോട്ടെ. നമുക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയല്ലോ. നമ്മളെ മതത്തിന് കുഴപ്പമില്ലാത്ത ചളിയാവാതെയുള്ള പറ്റുള്ളൂ. ഇതുപോലെ അവർക്കും കുഴപ്പമില്ലാതെ അവരിങ്ങോട്ട് സഹകരിക്കണമെന്നില്ല, സഹകരിച്ചാൽ പോലെ സൗകര്യം പോലെയാണ്. പക്ഷെ ഇതൊക്കെ മനുഷ്യന്മാർക്കിടയിൽ നല്ല ഒരു അവസ്ഥ ഉണ്ടാക്കാൻ കാരണമാണ്. നമ്മൾ അതിൻ്റെതായ രീതിയിലാകണം എന്ന് മാത്രം. ഒരു നബിദിന ഘോഷയാത്ര എൻ്റെ കണ്ണ് കണ്ടാണ്. ചെറിയ റോഡാണ്, വണ്ടിയൊക്കെ പോകേണ്ട റോഡ് തന്നെയാണ്. പക്ഷേ കുട്ടികളുണ്ട് ഘോഷയാത്ര വരുമ്പോൾ 2 ബെഞ്ച് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ്, അതിന് നിറച്ച് ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. വണ്ടിയൊക്കെ അവിടെ തടഞ്ഞിർത്തി ചെയ്തിരിക്കണം. അത് വേണ്ട. കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ നമ്മൾ ആള് കൂടുമ്പോൾ ചിലപ്പോൾ ഒരു ബ്ലോക്ക് വരും, അതിന് നമ്മളിതിനെ ആക്ഷേപിച്ചൊന്നും കാര്യമില്ല. അപ്പോൾ കല്യാണത്തിനൊക്കെ വരുമല്ലോ, ഓഡിറ്റോറിയത്തിൻ്റെ ഒക്കെ അടുത്ത് ചിലപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടാവും. കല്യാണം വേണ്ടെന്നാരും പറയില്ല, മനഃപൂർവ്വം ബ്ലോക്ക് ആക്കണ്ട. ഈ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ഘോഷയാത്രനൊക്കെ കടിയാക്കാറുണ്ട്. അത് വേണ്ട. അതിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലേ കണ്ടില്ല നിങ്ങൾ, എത്ര ബ്ലോക്കായാലും ഇങ്ങനെ പ്രസംഗിക്കുണ്ടോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ടാറ്റെടുത്ത് കണ്ടുണ്ടോ? അതാ രസം. ഏത് നബിദിന ഘോഷയാത്ര ഒന്നും വേണ്ട, റോഡ് ബ്ലോക്ക് നീക്കൽ അത്ര അങ്ങനെയാണ് ചേനയാണെന്നൊക്കെ പറയണ്ടോ തന്നെ അവിടെ പൂമാരി മറ്റൊക്കെ പാടിട്ട് കണ്ട് കാരോടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല, ആക്കരുത്. ആയാപ്പം എന്ത് ചെയ്യാ, ആൾക്കാർ കുറേ കൂടുമ്പോൾ സ്വാഭാവികത തിരക്കുണ്ടാവുമല്ലോ. ഏത് കാര്യത്തിനും നമ്മൾ മനഃപൂർവ്വം തിരക്കുണ്ടാക്കണ്ടെന്ന് മാത്രം. ബ്ലോക്ക് ആകാതെ നിയന്ത്രിക്കുക, ആളുകൾക്ക് ബുദ്ധിമുട്ടാകാതെ വളരെ കൂടുതൽ ശബ്ദകോലാഹലങ്ങളും ഇല്ലാത്ത രൂപത്തിൽ ഒരു മിതമായ രൂപത്തിലാക്കിയാൽ മതി, എന്നൊരു കുഴപ്പമില്ല. പിന്നെ മുസ്ലിങ്ങളൊക്കെ അതിനോട് സഹകരിക്കും. അല്ലാഹു തആല നമുക്ക് നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അവസാനം ഈ ആയത്തിൽ പറയുന്നു, നിങ്ങൾ അള്ളാഹ്ക്ക് നല്ല രൂപത്തിൽ കടം കൊടുക്കുകയും ചെയ്താൽ. എന്താ അള്ളാഹ്ക്ക് കടം കൊടുക്കുക? അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്നാൽ പിന്നെ ഈ ആയത്തിന് വിശദീകരിച്ച് പറയുന്നുണ്ട്, നമ്മൾ പരസ്പരം കടം കൊടുക്കൽ അള്ളാഹ്ക്ക് കടം കൊടുക്കുന്നത് പോലെ തന്നെയാണെന്നാണ്. പിന്നെ എന്താ അറിയോ, നല്ല രൂപത്തിൽ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താ, പിന്നെ മിൻ ഹലാലിൽ മാൽ. നോക്കൂ, ഹലാലായ മുതലിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്.
അതാണ് നല്ല രൂപത്തിൽ അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, കൊടുക്കുന്നത് വേറുള്ളവർക്കാണെങ്കിലും ഹലാലായത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇഷ്ടപ്രകാരം കൊടുക്കുക, നല്ല ആഗ്രഹത്തോടുകൂടെ കൊടുക്കുക, ഇഖ്ലാസോടുകൂടെ കൊടുക്കുക. പിന്നെ റിയാഓ സുംഅത്തോ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു പേരിനാകരുത്, പിന്നെ ലോകമാന്യത്തിനാകരുത്, പിന്നെ പറയുന്നത് ഒരിക്കലും അത് എടുത്തു പറയാനും പാടില്ല. ഇതാണ് ഇപ്പം നല്ല രൂപത്തിൽ കടം കൊടുക്കുക. ഹലാലായത് കൊടുക്കുക, തൃപ്തിപ്പെട്ട് കൊടുക്കുക, തൃപ്തിപ്പെട്ട് കൊടുക്കുക. ഇപ്പൊ ചില സ്ഥാപനങ്ങളുടെയൊക്കെ പിരിവാര് വന്നാണ്ട് കുട്ടികൾ ഒരു 50-100 കൊടുത്താൽ എൻ്റെ ഉമ്മാനെ വിളിച്ചാൽ മതി, അത് വേഗം സ്വീകരിച്ചാൽ മതി. അത് സ്വീകരിക്കേണ്ടതിന് പകരം പിന്നെ ഉമ്മാനെ വിളിച്ചാൽ ഇമ്മ കുളിക്കുകയാണ് പറഞ്ഞാൽ ബല അവിടെ ഇരിക്കുകയാണ് പാത്തിയോതികാണ്ട് തന്നെ. ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പെണ്ണുങ്ങൾ മാത്രമാണെങ്കിൽ അവിടെ അത്ര കുട്ടികളാണ്, ഇത്ര കുട്ടികളാണ്, ഒരു ദിവസത്തെ ഭക്ഷണം എത്രയാണ്, ഭക്ഷണം എത്രയാണ്, ചായക്ക് എത്രയാണ്, പിന്നെ ബിരിയാണി ആണെങ്കിൽ ഇത്രയാണ്, ചിക്കൻ ആണെങ്കിൽ ഇത്രയാണ്, ഇങ്ങനെ അരമണിക്കൂർ കൂടുകയാണ്. അത് മോശമാണ്. ആണുങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ നല്ലത് അവിടെ ഇരിക്കുകയാണ്. ഈ കുട്ടികളോട് പറയാം അമ്മാനെ വിളിക്കാൻ, അമ്മാനെ വിളിക്കാന്ന്. ഓരോരുത്തൊന്നും ഉണ്ടാവില്ല, ചിലർ വാതിൽ തുറക്കൂല, കാരണം 5ാമത്തെ ആളെ കരപ്പി വരേണ്ടത്. കാശ് വേണ്ടേ എല്ലാവരും എടുത്തു. ചിലപ്പോൾ വലിയ പെരയൊക്കെ കയറും, ചിലപ്പോൾ ഗൾഫാരെ കയറും. അപ്പം എന്താ അതിലൊക്കെ ഒരു മാന്യത വരേണ്ടവരും കാണിക്കണം. അല്ലെങ്കിൽ പിന്നെ തൃപ്തി യാതൊരു കൊടുക്കലേക്ക് ഇറങ്ങി പോകൂലല്ല റബ്ബേറ്റങ്ങൾ. അങ്ങനെ ആയ ബുദ്ധിമുട്ടല്ലേ? ഉണ്ടെങ്കിൽ നല്ല രസമാണ്, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? അപ്പോ കൊടുക്കുന്നത് നമ്മളിത് പറയുമ്പോൾ വാങ്ങുന്നവരും ശ്രദ്ധിക്കണം, പിരിക്കാൻ പോകുന്നവരും ശ്രദ്ധിക്കണം. ഇപ്പൊ പിന്നെ കുറെയൊക്കെ മാറ്റം. മറ്റു ഗൾഫാർ വന്നാൽ അപ്പോൾ പോകുമല്ലോ, ഇപ്പൊ അതിനെ കുറെ മാറ്റമുണ്ടല്ലേ. ഒരു കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഓല അതിലേറെ ബുദ്ധിമുട്ടിലേക്ക് കയറാം. മറ്റേതാണ്ട് റെസീറ്റായിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പൊ കുറെയൊക്കെ മാറ്റമുണ്ടല്ലോ അൽഹംദുലില്ലാ. പിന്നെ ഇപ്പോ ഗത്യന്തരം ഇല്ലാതെ ഇറങ്ങേണ്ടവരും ഉണ്ട്. മഹല്ലം പറ്റി ഇറങ്ങേണ്ടിയിൽ പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഓൽക്കല്ലല്ലോ എല്ലാവർക്കും കൂടിയാണ്. ഖബർസ്ഥാന്റെ പിരിവിനിറങ്ങുമ്പോൾ പിരായിട്ട് കാര്യമില്ല, നമുക്ക് ഇറക്കാനുള്ളതല്ല. 6 അടി മണ്ണ് പൊരുത്തപ്പെട്ട് കൊടുക്കണ്ട. അപ്പൊ ഇതൊക്കെ എല്ലായിടത്തും പറയാൻ മസല പറയാൻ പാടില്ല എന്നർത്ഥം. അപ്പൊ നല്ല രൂപത്തിൽ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലഉകഫിറന്ന അൻകും സയ്യാതികും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. വല ഉദ്ഖിലന്നകും ജന്നാത്ത്, സ്വർഗീയ ആരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഫമൻ കഫറ ബഅദ ദാലിക മിൻകും ഫഖദ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാക്കി തന്നിട്ടും ഇതിനു ശേഷവും ഒരാൾ സത്യത്തിനെ നിഷേധിച്ചാൽ, വമൻ കഫറ ബഅദ ദാലിക മിൻകും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും സത്യത്തിനെ നിഷേധിച്ചാൽ, ഫഖദ് വല്ല സവാഅ സബീൽ, അവര് യഥാർത്ഥ വഴിയിൽ നിന്ന് പടച്ചുപോയവരാണ്, ശരിയായ മാർഗത്തിൽ നിന്ന് അവരെന്ത് വ്യതിചലിച്ചു പോയവരാണ്. അതിൽ സംശയം വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. ഇത് ഹമ്മ ഖൗമുൻ അൻ യബ്സുതൂ ഇലൈക്കും ഐദിയഹും, ശത്രുക്കള് അവരുടെ കൈകളെ നിങ്ങളിലേക്ക് നീട്ടിയപ്പോൾ, എന്ന് പറഞ്ഞാൽ അവര് നിങ്ങളെ കയ്യേറ്റം നടത്താൻ ശ്രമിച്ചപ്പോൾ, ഫകഫ ഐദിയഹും അൻകും, അവരെ കൈകളെ നിങ്ങളിൽ നിന്ന് അവൻ തടഞ്ഞു. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അല്ലാഹുവിലേക്ക് എല്ലാം ബരമേൽപ്പിക്കട്ടെ. വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളോട് അവരിൽ നിന്ന് അല്ലാഹു കരാറ് വാങ്ങി. വബഅസ്നാ മിൻഹും 12 നഖീബാ, അവരിൽ നിന്നൊരു 12 അംഗ സംഘത്തെ അല്ലാഹു അയച്ചു. വഖാലല്ലാഹു, അല്ലാഹു അവരോട് പറഞ്ഞു, ഇന്നീ മഅക്കും, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് കൂടെയാണ്. ലഇൻ അഖംതുമുസ്സലാഹ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തിയാൽ, വആതൈതുമുസ് സകാത്ത്, സകാത്ത് കൊടുക്കുകയും ചെയ്താൽ, വആമൻതും ബിറുസുലി,
എന്റെ ദൂതന്മാരിൽ മുഴുവനായിട്ട് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. വഅസ്സർതുമൂഹും, അവരെ സഹായിക്കുകയും ചെയ്തു. വഅഖറൽതുമുല്ലാഹ ഖർളൻ ഹസനാ, അല്ലാഹുവിനിക്ക് നല്ല രൂപത്തിൽ നിങ്ങൾ കടം കൊടുക്കുകയും ചെയ്താൽ ലഉകഫിറന്ന അൻകും സയ്യാതികും, നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു തരും. വല ഉദ്ഖിലന്നകും ജന്നാത്ത്, സ്വർഗീയ പൂങ്കാവനങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഫമൻ കഫറ ബഅദ ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് ഇതിന്റെ ശേഷവും സത്യത്തെ നിഷേധിച്ചാൽ ഫഖദ് ളല്ല സവാഅസ് സബീൽ, അവൻ നേരായ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയവനാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون. وَلَقَدْ أَخَذَ اللَّهُ مِيثَاقَ بَنِي إِسْرَائِيلَ وَبَعَثْنَا مِنْهُمُ 12 نَقِيبًا وَقَالَ اللَّهُ إِنِّي مَعَكُمْ لَئِنْ أَقَمْتُمُ الصَّلَاةَ وَآتَيْتُمُ الزَّكَاةَ وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. صدق الله العلي العظيم.